കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം. സുവിശേഷാഗ്നി എന്ന പരമ്പരയിലുള്ള ഈ സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൽ കൂടി നടക്കുന്ന ഈ സുവിശേഷ പരമ്പരയിലേക്ക് കർത്താവ് വീണ്ടും നമ്മളെ കൊണ്ടുവന്ന് അടുപ്പിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹൃദയങ്ങളെ ഉയർത്തി കണ്ണുകളടച്ച് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് അടുപ്പിച്ചതോർത്ത് നിന്നെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയെ പ്രത്യേകമായിട്ട് തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അതിനുവേണ്ടി നീ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന, നിയോഗിക്കപ്പെട്ടിരിക്കുന്നതായ അഭിമന്യ പിതാവിനെയും ബഹുമാനപ്പെട്ട വൈദികനെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, അവരിൽ കൂടി ജീവന്റെ വചനങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറവിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത വാക്കുകൾ കൂടെ കർത്താവെ കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കേൾക്കുന്നതായ വചനം അത് ജീവൻ പ്രാപിച്ച് ആഴത്തിൽ വേരൂന്നി ഹൃദയത്തിൽ കൂടി കർത്താവെ വളർന്ന് പന്തലിച്ച് വലുതായി ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനും സമൃദ്ധിയുള്ളതായ ആ വചനം കർത്താവെ സമർത്ഥമായി ജീവൻ നൽകുവാൻ വേണ്ടി വന്നിരിക്കുന്ന അരുളി ചെയ്തവനായ കർത്താവെ, ഈ വചന ശുശ്രൂഷയിൽ കൂടി സമൃദ്ധമായി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ അഭിഷിക്തരെ കർത്താവെ നിന്റെ ശക്തിയിൽ നിന്റെ ആത്മനിറവിൽ നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ തന്നെ സംസാരിക്കണമേ. നിന്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് കർത്താവെ രണ്ടുപേരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എടുത്ത് വാഴ്ത്തി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കേൾവിക്കാരായിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പല പ്രദേശങ്ങളിലായിരിക്കുന്ന പല അവസ്ഥകളായിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ചിരുന്ന കർത്താവെ, മുടന്തുള്ളതിനെയും കർത്താവെ തളർന്നു പോയതിനെയെല്ലാം വഹിക്കുന്നവനായ ദൈവമേ, നീ കരുണയോടെ ഓരോരുത്തരെയും നോക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളുടെ കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. കർത്താവെ, നിന്റെ സന്നിധിയിൽ താഴ്ത്തി തന്നുകൊണ്ട് നിന്നെ വഹിക്കുന്നവരായി, നിന്നെ ഏറ്റുപറയുന്നവരായി, നിന്റെ സാക്ഷികളായി ജീവിക്കാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും നിന്റെ കൃപയും നിറവും കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമേ, നിന്റെ വിശുദ്ധ വേദ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറെ കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും അടിയങ്ങളുടെ ഗദ്യങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. 1-ാം സങ്കീർത്തനം. ബാർഗമോർ. അനീതിയുള്ളവരുടെ വഴിയിൽ നടക്കാതെയും പാപികളുടെ ആലോചനയിൽ നിൽക്കാതെയും പരിഹാസികളുടെ പീഠത്തിന്മേൽ ഇരിക്കാതെയും കർത്താവിന്റെ പ്രമാണത്തിൽ പ്രസാദം തോന്നി രാവും പകലും തന്റെ വേദപ്രമാണത്തെ ധ്യാനിക്കുന്ന മനുഷ്യന് ഭാഗ്യം. അവൻ ആറ്റിരികെ നടപെട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം തരുന്നതും ഇല പൊഴിഞ്ഞു പോകാത്തതുമായ വൃക്ഷം പോലെ ആയിരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം പൂർത്തിയാക്കും. ദുഷ്ടന്മാരെങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പൊടി പോലെ അത്രേ. ആകിയാൽ ദുഷ്ടന്മാർ ന്യായവിധിയിലും പാപികൾ നീതിമാന്മാരുടെ സമൂഹത്തിലും നിൽക്കുകയില്ല. എന്തെന്നാ നീതിമാന്മാരുടെ വഴി കർത്താവ് അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴി നശിച്ചു പോകും. ആമേൻ. ദൈവമേ, സ്തുതി യോഗ്യമാകുന്നു. ബാറക്കുമോ. കാരുണ്യവാനായ കർത്താവിന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൃശ്യമാധ്യമത്തിലൂടെയുള്ള കീളം സെന്റ് തോമസ് ധ്യാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടെ ആരംഭിച്ചിരിക്കുന്ന ഈ വചന ശുശ്രൂഷ പരമ്പരയുടെ ഇന്നേ ദിവസം കൊച്ചുവാക്കുകളിൽ ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളൊരു ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചന കേൾവിയിലേക്ക് നാം ഓരോരുത്തരും അടുത്തു വരികയാണ്. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ ഓടുകൾക്ക് പ്രകാശവുമാകുന്നു എന്ന് നമ്മെ വീണ്ടും വീണ്ടും വചനം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിത പാതയ്ക്ക് ഇത് വെളിച്ചമായിരിക്കാൻ, ദിക്കില്ലാതെ അലിയുന്ന ഊടുവഴിയിൽ അത് ചൈതന്യാത്മകമായ പ്രകാശമായിരിക്കുവാൻ ഈ വചനം നമ്മളെ സഹായിക്കും, അനുഗ്രഹിക്കും. കോവിഡ്-19 വൈറസ് വ്യാപിക്കുന്ന മഹാമാരിയുടെ ഈ ദുർദിനങ്ങളിൽ ഈ വചനത്തിൻ്റെ കേൾവി നമ്മുടെ മനസ്സിന്, ആത്മാവിന്, ശരീരത്തിന് ഔഷധമായി അനുഗ്രഹമായി തീരുമെന്ന് പ്രത്യാശിക്കുന്നു. ഈ സുവിശേഷ മഹായോഗത്തിന് അനുഗ്രഹ പ്രഭാഷണം നൽകി
ഇന്നത്തെ ദിവസം ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനും ആദരണീയനുമായ അഭിമന്യ ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ടാണ്. നമുക്കറിയാം, തിരുമേനി നാടുകളിൽ ഹൈറേഞ്ചിലെ ഭാഗങ്ങളിലും വളരെ സഹനത്തോടെ കഷ്ടതയോടെ ദൈവജന ശുശ്രൂഷയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സജീവമായിരിക്കുമ്പോൾ ആ തിരക്കേറിയ ജീവിതത്തിലെ ഏതാനും മിനിറ്റുകൾ ദൈവമക്കളുടെ ആത്മീയ ആവശ്യത്തിനു വേണ്ടി മാറ്റിവെച്ച് ഈ ദിവ്യശുശ്രൂഷയിൽ ആമുഖ സന്ദർശനം അനുഗ്രഹിക്കുന്നു. തിരുമേനിയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായി നമ്മുടെ ധ്യാനഗീതത്തിലെ കുടുംബാംഗമായി നമുക്ക് ഏറ്റവും സ്നേഹിക്കപ്പെട്ട എൽദോസ് പാലക്കുന്നിൽ അച്ഛൻ പ്രധാന ശുശ്രൂഷ നിർവഹിക്കുന്നു. അച്ഛനെയും നിങ്ങളെല്ലാവരെയും വചന കേൾവിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന എല്ലാ മക്കളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹപൂർവ്വം ഈ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടുന്ന് ലഭിക്കുന്ന ഈ സന്ദേശങ്ങൾ സുഹൃത്ത് വലയത്തിൽ ബന്ധുവീടുകളിൽ എല്ലാം എത്താൻ തക്കവണ്ണം നിങ്ങളും ഇതിൽ സഹകരിച്ച് വിജയകരമാക്കി തീർക്കുവാൻ ദൈവമക്കളെ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സെന്റ് തോമസ് ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന 15ാമത് കൺവെൻഷനിലെ ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിക്കാം. നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മെ കരുതുന്ന കർത്താവ്, നമ്മെ കാക്കുന്ന കർത്താവ്, ആ കർത്താവിനെ നമുക്ക് സന്തോഷത്തോടെ പാടി സ്തുതിച്ച് ആരാധിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. എനിക്കായി കരുതുന്നവൻ. ഹല്ലേലൂയ, സ്തോത്രം. കരുതുന്നവൻ, താരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, താരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. സ്വരമായി സോദരങ്ങൾ, കാര്യങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഞാൻ എന്റെ കർത്താവിനെ കുടിയില്ല ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. ആരങ്ങൾ കടന്നിടുമ്പോ ഓരോ ചോദനയിൽ ആരങ്ങൾ കടന്നിടുമ്പോ നടത്തുന്നതേ ചുവത്തേ ഞാനവൻ കരങ്ങളില നടത്തുന്നതേ ചുവത്തേ ഞാനവൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശ്രേഷ്ഠ ബാബാ തിരുമേനി, അഭിവന്ദനായ മെത്രാപ്പൊലീത്ത തിരുമേനിമാരെ, വന്യരായ കോർപ്പിസ്കോപ്പന്മാരെ, റബ്ബാശന്മാരെ,
ബഹുമാനപ്പെട്ട പട്ടക്കാരെ, പ്രിയ ശമാശന്മാരെ, സമർപ്പിതരായ സന്യാസിനി സഹോദരിമാരെ, സെന്റ് തോമസ് ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളിൽ മുഴുവനും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരു കുടുംബമായി പ്രാർത്ഥന കൂട്ടത്തിൽ പങ്കുചേരുകയും ചെയ്യുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, മാതാപിതാക്കന്മാരെ, എല്ലാവർക്കും സ്നേഹപൂർണമായ ഈ നവമാധ്യമത്തിലൂടെയുള്ള ഈ പ്രാർത്ഥനാ യോഗത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കട്ടെ. വിശുദ്ധ മത്തായി ശ്ലീഹ രക്ഷാസുവിശേഷം രേഖപ്പെടുത്തിയപ്പോൾ അതിന്റെ 26-ാം അധ്യായത്തിലും വിശുദ്ധ മർക്കോസ് അതിന്റെ 14-ാം അധ്യായത്തിലും വിശുദ്ധ ലൂക്കോസ് അതിന്റെ 22-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയ നമ്മൾ നിരവധി പ്രാവശ്യം വായിച്ച് ധ്യാനിച്ച് കണ്ണ് നിറഞ്ഞിട്ടുള്ള വേദഭാഗമാണ് ഇന്നത്തെ അല്പസമയ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മശിഹാ തമ്പുരാന്റെ ഗത്സമനയിലെ പ്രാർത്ഥനാ സന്ദർഭമാണ്. കർത്താവിന്റെ ഗത്സമനയിലെ പ്രാർത്ഥനാ സന്ദർഭം അത് വിവരണാതീതമായ ഒരു സന്ദർഭമാണ്. മശിഹാ തമ്പുരാൻ തന്റെ സ്ലീഹന്മാരുമായി പീഡാസഹനത്തിന് മുമ്പ് ചെന്ന് ഒരു കല്ലേറ് തോറും ശിഷ്യന്മാരെ മാറി നിർത്തി ഏകനായി നിലത്ത് മുട്ടുകുത്തി കവിണ്ണു വീണ് ഈ നിയോഗമേൽപ്പിച്ച പിതാവിന്റെ മുമ്പാകെ നിയോഗ പൂർത്തിക്കായി തന്റെ ജീവിതത്തിന്റെ ഉദ്ദേശത്തിന്റെ പരിസമാപ്തിയിൽ വന്നു ചേരുന്ന ഒരു പീഡാസഹനത്തിനൊരുക്കമായിട്ട് കർത്താവിന്റെ പ്രാർത്ഥനാ വേളയാണ്. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒഴിവാക്കണമേ എന്നും, അതല്ല എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്നുമുള്ള മശിഹാ തമ്പുരാന്റെ സമർപ്പണ വിധേയത്വമാണ് നാം വായിക്കുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്നും വിശുദ്ധ മർക്കോസിൽ നിന്നും വ്യത്യസ്തമായി വിശുദ്ധ ലൂക്കോസ് ഈ ഭാഗം രേഖപ്പെടുത്തുമ്പോൾ അതോട് ചേർന്ന് രേഖപ്പെടുത്തുന്ന മറ്റൊരു വാക്യമുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 42-43 വാക്യങ്ങളിൽ പ്രാർത്ഥന പൂർത്തിയാകുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ, ദൈവത്തിന്റെ മാലാഖ ഇറങ്ങി വരുന്നു, പ്രാർത്ഥിച്ച മശിഹായെ, ക്രിസ്തുയേശുവിനെ ധൈര്യപ്പെടുത്തുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് പ്രകാരം യാചിക്കാം. ദുർഘട സന്ദർഭങ്ങളിലും പ്രതിസന്ധിയുടെ പരമാകോടിയിലും നിരവധി പ്രാവശ്യം ഉള്ളുകലങ്ങി പ്രാർത്ഥിച്ച വെറും സാധുക്കളായി ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പരിപൂർണമായ ഉത്തരം ലഭിക്കുമെന്ന ബോധ്യത്തോടുകൂടെ ഇന്നും ഈ സമയത്ത് കൂടി വന്നിരിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തർക്കും ആവശ്യമായ ധൈര്യം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ പരിസമാപ്തിയിൽ ഞങ്ങൾക്ക് അയച്ചു തന്ന് ഞങ്ങളെ ഈ സമൂഹം മുഴുവനെയും സഭാഗമാനവും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധിമതിയായ ദൈവമാതാവിന്റെയും സകല വിശുദ്ധന്മാരുടെയും മാധ്യസ്ഥം ഞങ്ങൾക്ക് കോട്ടയായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ നവമാധ്യമത്തിലൂടെ ഈ സന്ദർഭത്തിൽ ഈ പ്രാർത്ഥന കൂട്ടത്തിൽ പങ്കുചേരുന്നവർ നിരവധി ആളുകളാണ്. രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറമായി അവനവന്റെ ജോലിസ്ഥലങ്ങളും ഭവനാങ്കണങ്ങളും പ്രവർത്തന മേഖലകളുമൊക്കെ സുവിശേഷ വചനത്തിന്റെ വചനം മാറ്റൊലി കൊള്ളുന്ന സന്ദർഭമാണ്. ആയതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഇതിൽ പങ്കുചേരുവാൻ വേണ്ടി ഇത്രയും സമയവും ഈ ഒരു വചന കേൾവിക്ക് വേണ്ടി മാറ്റിവെക്കാൻ സന്മനസ് കാണിച്ച നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമായ ദൂത് ദൈവം നൽകണമേ എന്നുള്ള യാതനയോടുകൂടെ
ഏതാനും ചില സമയം നിങ്ങളുമായി ഞാൻ പങ്കിടുന്നു. മശിഹാ തമ്പുരാന്റെ ഈ പ്രാർത്ഥന ക്രൈസ്തവ ജീവിതത്തിൽ ധാരാളം സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്തെന്നാൽ പ്രാർത്ഥിക്കുന്നത് വെറും സാധാരണ മനുഷ്യനല്ല. മാനവരക്ഷയ്ക്ക് വേണ്ടി കാലത്തേവെങ്കിൽ കന്യകമറിയാമിന്റെ ഉദരത്തിൽ രൂപം കൊണ്ട വചനമാൻ ദൈവമാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന ചോദിക്കുന്നത് താൻ എന്തു ചോദിച്ചാലും നൽകാമെന്ന് വാഗ്ദാനം പറയുന്ന സ്വർഗസ്ഥ പിതാവിന്റെ മുമ്പാകെയാണ്. ഇവിടുത്തെ പ്രാർത്ഥനാ വിഷയം സ്വകാര്യമായ നേട്ടമോ സാമ്പത്തിക ലക്ഷ്യമോ അതുപോലുള്ള ഏതെങ്കിലും ചുറ്റുപാടുകളുടെ നന്മയോ മേന്മയോ ഒന്നുമല്ല. ഇവിടെ ക്രിസ്തു തന്റെ പിതാവിന്റെ മുമ്പാകെ വയ്ക്കുന്ന പ്രാർത്ഥനാ വിഷയം തന്റെ നിയോഗവുമായി ബന്ധപ്പെട്ട ആ നിയോഗത്തിന്റെ സാക്ഷാത്കാരത്തിനായി പൂർത്തീകരണത്തിനായുള്ള ദൈവീക ശക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്വാഭാവികമായി നാം മനുഷ്യരാണെന്നുള്ളത് കൊണ്ടും നമ്മൾ കുടുംബങ്ങളായി അധിവസിക്കുന്നവരായതുകൊണ്ടും കുടുംബബന്ധിതമായി ഇന്ന് കാണുന്ന ചുറ്റുപാടുമുള്ള ചില സൗകര്യ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളായിട്ടാണ്. അതിൽ തെറ്റൊന്നുമില്ല. ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ സ്വർഗസ്ഥ പിതാവിന്റെ മുമ്പാകെ മശിഹാ മുഖാന്തരം ആവശ്യപ്പെടാനായി, ചോദിക്കാനായി, യാചിപ്പാനായി നമ്മെ പഠിപ്പിക്കുന്നത് മശിഹാ തമ്പുരാൻ തന്നെയാണ്. എന്നാൽ ഇവിടെ ഗത്സമൻ തോട്ടത്തിലുള്ള മശിഹായുടെ പ്രാർത്ഥനയിലൂടെ നമ്മെ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു വലിയ ആത്മീയ പാഠം ക്രിസ്തു നമ്മെ കാണിച്ചു തരുന്ന ഒരു പ്രാർത്ഥനാ മാതൃക. അത് എന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്നുള്ള ആവർത്തിച്ച് കേൾക്കുന്ന പരിപൂർണ വിട്ടുകൊടുക്കലിന്റെ സമർപ്പണത്തിന്റെ ഭാഗമാണെന്ന് നമുക്കറിയാം. എന്നാൽ അതോടുകൂടെ ചേർന്ന് പുത്രനാം ദൈവം പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ മുമ്പാകെ പിതാവാം ദൈവത്തിന്റെ നിശബ്ദത, ആഗ്രഹിക്കുന്ന ചോദിക്കുന്ന കാര്യം ഇതൊഴിവാക്കാനായി അസാധ്യമാണ്. മശിഹാ തമ്പുരാൻ പിതാവിന്റെ മുമ്പാകെ വയ്ക്കുന്ന യാചനാ വിഷയം അനുവദിക്കാൻ സ്വർഗത്തിലെ പിതാവിന് സാധിക്കാത്ത കാര്യമാണ്. തന്റെ പ്രിയ മക്കളായ മാനവകുലം മുഴുവനും രക്ഷപ്പെടാൻ വേണ്ടി, മാനവകുലത്തിന്റെ പാപഭാരം പേറാൻ വേണ്ടി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല ചതയ്ക്കുമെന്നുള്ള തന്റെ വാഗ്ദാനം പൂർത്തീകരിക്കാൻ വേണ്ടി പാപം തൊടാതെയുള്ള ഈ പരിശുദ്ധനായ പുത്രൻ തമ്പുരാൻ പീഡാസഹനത്തിന് ഏൽപ്പിക്കപ്പെടേണ്ടത് അനിവാര്യമായ കാര്യമാണ്. മറ്റൊരു മാർഗം നിർദ്ദേശിക്കാൻ സാധിക്കാത്തൊരു വസ്തുതയാണ്. അങ്ങനെ പിതാവാം ദൈവം പുത്രന്റെ പ്രാർത്ഥന നിരസിച്ചുകൊണ്ട് നിശബ്ദനായി നിൽക്കുന്നു എന്നുള്ള നിരാശയിലല്ല ഈ പ്രാർത്ഥന അവസാനിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തുന്നതിന് പ്രകാരം പ്രാർത്ഥനയുടെ ഒടുവിൽ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന ദൂതനെയാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 43-ാം വാക്യം. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ഒരു കാലത്തും നാം നേരിട്ടിട്ടില്ലാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുകയാണ്. പ്രതിസന്ധികളുടെ വല്ലാത്ത
ഒരു പെരുമഴക്കാലം നമ്മുടെ പൂർവീകന്മാർ പല സന്ദർഭങ്ങളിലായി നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരും നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധികൾ ഒന്നൊന്നായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മഹാപ്രളയം 2018 നാം കണ്ടു. 2019 അത് വീണ്ടും ഒരിക്കൽ കൂടെ ആവർത്തിച്ചു. 2020 പ്രാരംഭമായപ്പോൾ പകർച്ചവ്യാധി എന്ന വൈറസ് ബാധ നമ്മെ വല്ലാതെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. പ്രാർത്ഥനാധ്വനികളും ഉപവാസ നമസ്കാരങ്ങളും നമ്മുടെ ആലയങ്ങൾ തോറും പ്രാർത്ഥനാ കൂട്ടങ്ങൾ തോറും നിരന്തരമായി ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ തന്റേതല്ലാത്ത കുറ്റം കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ വൈറസിന്റെ ബാധ കൊണ്ട് നിത്യതയിലേക്ക് യാത്രയായപ്പോൾ അവരെ വേണ്ടതുപോലെ ഉചിതമായി സംസ്കരിക്കാൻ സാധിക്കാതെ പോയ ബന്ധുമിത്രാദികളുടെ വേദന വളരെ അധികമാണ്. അനാഥരായ കുഞ്ഞുങ്ങൾ നിരവധിയാണ്. ജീവിത പങ്കാളി നഷ്ടമായ ദാമ്പത്യത്തിന്റെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന വേദന തീവ്രമാണ്. അങ്ങനെ മാതാപിതാക്കളും ജീവിത പങ്കാളികളും ചാർച്ചയിലും ബന്ധുതയിലും പെട്ടവരും പ്രിയപ്പെട്ട സ്നേഹിത സുഹൃത്തുക്കളുമൊക്കെ നഷ്ടമായ ഈ ഒരു വ്യാധിയുടെ മുമ്പാകെ നാം നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ കണ്ണടച്ച ഒരു ദൈവമാണോ എന്നുള്ള ചിന്ത സ്വാഭാവികമായും മാനുഷികമായും നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ഈ ചോദ്യത്തിന് യുഗങ്ങളുടെ പഴക്കമുള്ള ചോദ്യമാണ്. എന്നാലോ മശിഹാതമ്പുരാൻ ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച് നിർണായകമായ നിമിഷത്തിൽ തനിക്ക് സഹായത്തിനായിട്ട് മറ്റ് ആരെ കൊണ്ടും സാധിക്കാത്ത സന്ദർഭത്തിൽ പിതാവാം ദൈവത്തിന് പോം വഴികളൊന്നും ഇല്ലാതെ പോയ സന്ദർഭത്തിൽ മശിഹായെ ശക്തീകരിപ്പാൻ വേണ്ടി ഒരു ദൂതനെ സ്വർഗം പറഞ്ഞയക്കുന്നു. മനുഷ്യന്റെ നിയോഗങ്ങളെ പൂർത്തീകരിപ്പാൻ ഇത്രമാത്രം മനുഷ്യന്റെ കൂടെ നിന്ന് അവന്റെ ബലഹീനതയിലും അവന്റെ പ്രതിസന്ധികളിലും അവനെ സഹായിക്കുന്ന സ്വർഗത്തിന്റെ ദൈവത്തിന്റെ അതിരില്ലാത്ത കരുതൽ നാം മറന്നു പോകരുത്. ഏതെന്റെ പറുദീസായിൽ നിന്നും കുറ്റം ചെയ്തിട്ടാണ് പുറത്തിറങ്ങുക എങ്കിൽ പോലും സ്വയം നഗ്നരാണെന്ന് കണ്ടെത്തിയ ആദ്യ മാതാപിതാക്കൾക്ക് വസ്ത്രമായി ഒരു പരിഹാരം നിർദ്ദേശിച്ചത് സ്വർഗമാണ്, സ്വർഗത്തിലെ പിതാവാണ്. സഹോദരനെ കൊല ചെയ്തു എന്ന അപരാധം ചെയ്യുമ്പോഴും ആ ഭാരം ചുമക്കുന്നവന്റെ നെറ്റിയിൽ മുദ്രയിട്ടുകൊണ്ട് അവൻ അകമ്പടി പോകുന്നത് സ്വർഗത്തിന്റെ സ്നേഹമാണ്. നാടും വീടും വിട്ടിറങ്ങി ദിക്കും ദിശയുമറിയാതെ ദൈവത്തിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ഇറങ്ങുന്ന അബ്രഹാം പിതാവിന് ആദിയോടന്തം കൂടെ നിന്നത് ഈ സ്വർഗത്തിന്റെ സ്നേഹമാണ്. 600,000 ആടുകളെ മേയ്ക്കുവാൻ ആവശ്യമായ പ്രാപ്തിയും ശക്തിയും ഒന്നുമില്ലാതിരുന്നിട്ടും വിക്കനായ മോശയോട് കൂടെ നിന്നത് ഈ സ്വർഗത്തിന്റെ സ്നേഹമാണ്. ധീരനായ നേതാവ് നഷ്ടമാകുമ്പോഴും ഇസ്രയേൽ മക്കൾക്ക് മുമ്പോട്ട് പോകുവാൻ യോശുവയെ കൊടുത്തത് ഈ സ്വർഗത്തിന്റെ സ്നേഹമാണ്. ഇങ്ങനെ പഴയ നിയമ പൂർവിക പിതാക്കന്മാരിലൂടെ യുഗങ്ങളായി കൂടെ നിന്ന ദൈവത്തിന്റെ അതേ സ്നേഹമാണ്
ഇപ്പോൾ ഗത്സമൻ തോട്ടത്തിൽ മശിഹാതമ്പുരാന്റെ മുമ്പിൽ ഒരു മാലാഖയെ പറഞ്ഞയച്ച് അവനെ ശക്തീകരിച്ച് ബലപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, കുടുംബപരമായി അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി വളരെ വലുതാണ്. നിരവധി കുടുംബങ്ങളിൽ അനേകം കുഞ്ഞുങ്ങളുടെ മുഖത്തെ പ്രസരിപ്പ് നഷ്ടമായ ഒരു വർഷമാണ്. അനേകം യുവാക്കളുടെ ജോലി നഷ്ടമായി അവർക്ക് മടങ്ങി വരേണ്ടി വന്ന ഒരു വർഷമാണ്. വിവാഹ നിശ്ചയം പൂർത്തീകരിച്ചിട്ടും വിവാഹങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നൊരു വർഷമാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, നിർണായകമായ ദുർഘടമായ ഘട്ടങ്ങൾ പലതും നേരിട്ട ഒരു സന്ദർഭമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ കണ്ട കാലം അത്രയും ഒരു സത്യവിശ്വാസിയായി ജീവിച്ച എനിക്ക് എന്താണ് എന്റെ വിശ്വാസം കൊണ്ട് ലഭ്യമായതെന്ന് ചുരുക്കം ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. പള്ളികളിൽ പോകുവാൻ സാധിക്കാതെയും പ്രാർത്ഥനാ യോഗങ്ങളിൽ നിരന്തരമായി സംബന്ധിക്കാൻ സാധിക്കാതെയും വരുന്ന കാലഘട്ടത്തിൽ ഇനി അത്തരമൊരു വിശ്വാസ പാരമ്പര്യ രീതികൾ ഇല്ലെങ്കിലും സാധ്യമില്ല എന്ന നിരാശയിൽ ദൈവത്തെ വിട്ടുകളയാൻ പോലും കുറച്ചുപേരെങ്കിലും ചിന്തിക്കുന്നൊരു കാലമാണ്. എന്നാൽ ഗത്സമൻ തോട്ടത്തിലെ കർത്താവിന്റെ പ്രാർത്ഥനാവേളയിൽ ഇതിനെല്ലാം യുക്തമായ ഉത്തരം സ്വർഗം നൽകുന്നുണ്ട്. താൻ കടന്നുപോകുന്ന പ്രതിസന്ധി അതിരൂക്ഷമായ വിവരിക്കുവാൻ, വർണ്ണിക്കുവാൻ, മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അത്രയേറെ ഭാരമേറിയതാകുന്നുവെങ്കിലും ഇതാ മശിഹായെ ശക്തീകരിക്കാൻ ഒരു ദൂതനെ പറഞ്ഞയക്കുന്നു. ഈ ക്രിസ്തുയേശുവിന്റെ സ്ലീഹന്മാർക്ക് താൻ കൊടുക്കുന്ന വാഗ്ദാനം ഇത് തന്നെയാകുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം നാം വായിക്കുമ്പോൾ ആയതിന്റെ 28-ാം അധ്യായം 20-ാം വാക്യം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പാലിക്കുവാൻ നിങ്ങൾ അവരെ പഠിപ്പിക്കുക, ഞാനോ എക്കാലവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, യുഗസമാപ്തി വരെ, ലോകാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈ ഒരു ശക്തിയാണ്, ഈ ഒരു വാഗ്ദാനത്തിന്റെ ഉറപ്പാണ് അപ്പോസ്തല പ്രവൃത്തി പുസ്തകം നാം വായിക്കുമ്പോൾ സ്ലീഹന്മാർക്ക് നേരിടേണ്ടി വന്ന എല്ലാ പ്രതിസന്ധികളിലും, അവർ കടന്നു പോകേണ്ടി വന്ന ദുരിത സങ്കീർണമായ മരണമുഖത്ത് പോലും അവരുടെ മുഖം വാടിയില്ല. തടവറയിൽ കിടക്കുമ്പോഴും, ആമത്തിലിട്ട് പൂട്ടിയപ്പോഴും, ചങ്ങലകൾ ഉരസി ശബ്ദമുണ്ടാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തിയതാണ് നാം വായിക്കുന്ന അപ്പോസ്തലന്മാരിൽ പ്രധാനികളായ പലരും. പൗലോസും ശീലാസും ഒന്നിരിക്കുവാനോ നിൽക്കുവാനോ കിടക്കുവാനോ സാധിക്കാത്ത വിധത്തിൽ അറയിലടയ്ക്കപ്പെടുമ്പോഴും അവിടെ നിന്നുകൊണ്ടുപോലും ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ കൂടെ നിന്നത് ഈ ദൈവ ചൈതന്യമാണ്. മശിഹാതമ്പുരാൻ സ്ലീഹന്മാർക്ക് കൊടുത്ത വാഗ്ദാനമനുസരിച്ച് അവർ കടന്നുപോകുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അവരോട് കൂടെ നിന്ന ദൈവ ചൈതന്യം ഈ ദൈവത്തിന്റെ സ്നേഹമാണ്. സഭയുടെ ആദിമ നൂറ്റാണ്ടു മുതൽ
ഇന്നയോളമുള്ള സഭാചരിത്രം പരിശോധിക്കുമ്പോൾ സ്വന്തം ജീവിതം രക്തത്തിൽ മുക്കിയെടുത്ത നിരവധി സഹൃദയന്മാർ രൂപം കൊണ്ടത് ഈ ദൈവചൈതന്യം കൂടെ നിന്നതുകൊണ്ടാണ്. ഇന്ന് പള്ളികൾ നഷ്ടമാകുന്നു. ഇന്ന് നമ്മുടെ സ്വതന്ത്രമായ ആരാധനയ്ക്കുള്ള സൗകര്യങ്ങൾ അന്യമായി പോകുന്നു. ഇവിടെ നാം പരസ്പരം പഴി പറയുന്നവരായി മാറുന്നു. എന്നാൽ എല്ലാം നഷ്ടമാകുമ്പോഴും ആ നഷ്ടങ്ങളുടെ കൂടെ ഈ ദൈവിക സ്നേഹം കൂടെ നിന്ന് നമ്മെ ശക്തീകരിച്ച് ബലപ്പെടുത്തി നാം പൂർത്തീകരിക്കേണ്ടുന്ന ദൈവിക നിയോഗങ്ങളെ പൂർത്തീകരിപ്പാൻ അവൻ മതിയായവനാണ്. അതുകൊണ്ട് എൻ്റെ ആത്മീയ മക്കളും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സ്നേഹിതന്മാരുമായുള്ളവരെ, ഈ ദൈവവചന കേൾവിയിലൂടെ എനിക്കും നിങ്ങൾക്കും ലഭ്യമാകേണ്ടുന്ന ശക്തമായ ഒരു ഉറപ്പ് ഈ ദൈവിക വാഗ്ദാനമാണ്. ഈ കാലഘട്ടത്തിൽ വ്യക്തിപരമായി സഭാപരമായി നമുക്ക് നഷ്ടമാകാൻ സാധ്യതയുള്ള ഈ ദൈവിക ഉറപ്പും ഈ ശക്തീകരണവുമാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. കഴിഞ്ഞ നാളുകൾ മുഴുവനും നിരന്തരമായ ആരാധനാബന്ധവും പ്രാർത്ഥനാ യോഗങ്ങളും പ്രസംഗ പരമ്പരകളും എല്ലാം ആവോളം ആസ്വദിച്ച നമുക്ക് അത് അല്പകാലത്തേക്ക് നമുക്കത് അന്യമായി പോകുമ്പോ നാം അന്ന് ചൊല്ലിയ പ്രാർത്ഥനയും അന്ന് പങ്കെടുത്ത പ്രാർത്ഥനാ സന്ദർഭങ്ങളും യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് അതിന് നിലനിൽപ്പുണ്ടോ എന്ന്, അടിസ്ഥാനങ്ങൾ ഇളകി ആടുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാനുള്ളൊരു സന്ദർഭമാണ്. എന്റെ വിശ്വാസത്തിന്റെ കൂടാരം ഞാൻ അടിച്ചിട്ടുള്ളത്, അടിസ്ഥാനമിട്ടിട്ടുള്ളത് അത് മണലിന്മേലാണോ പാറയിന്മേലാണോ എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു സന്ദർഭമാണ്. വൻമഴ പെയ്തു, വെള്ളം ഉയർന്നു, കാറ്റ് ശക്തമായിട്ടടിച്ചു. പക്ഷേ അതിന്റെ അടിസ്ഥാനം പാറമേലായതിനാൽ ആ വീടിന് ഉലച്ചിൽ സംഭവിച്ചില്ലെന്ന് നാം വായിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വ്യക്തിപരമായി നമ്മൾ തെളിയിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. വിവരിക്കാൻ വയ്യാത്ത ഭാരങ്ങളാണ് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ. ആരോടും പറയാനാകാത്ത അത്രയും ഭാരവും സങ്കടവും സങ്കീർണമായ പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടാണ് ഇന്ന് ഈ സന്ദർഭത്തിൽ പലരും ഇതിൽ പങ്കെടുക്കുന്നത്. പ്രാർത്ഥനകൾ നിഷ്ഫലമായി പോയോ? ജീവിതം പരാജയപ്പെട്ടു പോയോ? എന്റെ ആത്മീയ ജീവിതം ഗുണകരമല്ലാത്ത വ്യർത്ഥമായ നാളുകളായി മാറിയിരുന്നു എന്നുള്ള നിരാശയിലേക്ക് മടങ്ങാനല്ല, നേരെ മറിച്ച് ഈ വിശുദ്ധ ഗ്രന്ഥം രൂപം കൊടുക്കുമ്പോൾ ആദ്യ പുസ്തകം മുതൽ ഒടുവിലത്തെ പുസ്തകം വരെ കൂടെ നിന്ന ദൈവ സാന്നിധ്യം എന്റെ ജീവിതത്തിന്റെ നിർണായകമായ നിമിഷങ്ങളിൽ എന്റെ കൂടെയുണ്ടെന്ന് ധൈര്യമായി വിശ്വസിക്കേണ്ടുന്ന ഒരു കാലമാണ്. ആ ദൈവത്തിൽ വിശ്വാസമുള്ളതുകൊണ്ടും ആ ദൈവം കൂടെയുണ്ടെന്ന് ബോധ്യമുള്ളത് കൊണ്ടുമാണ് നിങ്ങൾ ഇത്രയും അധികം ആളുകൾ ആരും നിർബന്ധിക്കാതെയും നിർദ്ദേശിക്കാതെയും നിങ്ങൾ ഈ നവമാധ്യമത്തിലൂടെ ഈ വാക്കുകൾ ഇപ്പോൾ കേൾക്കുന്നത്.
പ്രിയമുള്ളവരെ, കഠിനാധ്വാനം ചെയ്ത് കുടുംബം പോറ്റുന്ന പല കുടുംബങ്ങൾക്കും തൊഴിൽ നഷ്ടമായപ്പോൾ ജീവിത മാർഗത്തിനായി നെട്ടോട്ടം ഓടുന്ന കാഴ്ച ചിലരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാകും. ഈ സന്ദർഭത്തിൽ സ്വർഗത്തിന്റെ ദൂതൻ ശക്തീകരിപ്പാൻ വേണ്ടി ഇറങ്ങി വന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എന്റെ കൂടെയുള്ളവനെ, എന്റെ പ്രാർത്ഥന വേളയിൽ ഞാൻ പരിചയപ്പെട്ടവനെ, എന്റെ അയൽവക്കത്തുള്ളവനെ ധൈര്യപ്പെടുത്തേണ്ടുന്ന, കൂടെ നിൽക്കുന്ന, സഹായിക്കേണ്ട സന്ദർഭമാകുന്നു. ജീവിതഗന്ധിയായ അനുഭവങ്ങൾ പലതും പങ്കുവയ്ക്കാനുണ്ടെങ്കിലും ഒരു മാധ്യമത്തിലൂടെ അത്തരം ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ പങ്കിടുവാൻ സമയം പോരാ എന്നുള്ളതുകൊണ്ട് ഇത്തരം ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ വചനം കേൾക്കുക എന്നുള്ളതുകൊണ്ടും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് പലരെയും ധൈര്യപ്പെടുത്തേണ്ടുന്ന മാലാഖമാർ, ദൂതന്മാർ നമ്മൾ ഓരോരുത്തരുമാണ്. അധികമായിട്ട് അല്പം കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്നെടുത്ത് അധ്വാനിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും അവസരങ്ങൾ ലഭ്യമാകാതെ പോകുന്നവന് പകുത്തു കൊടുക്കാനുള്ള സന്ദർഭം ഇപ്പോഴാണ്. ഒരു പകർച്ചവ്യാധി വന്നു എന്നുള്ളത് കൊണ്ട് അവനെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്താനല്ല, അകലങ്ങൾ സൂക്ഷിക്കാൻ നിർബന്ധിതരാണെങ്കിലും അത് ശാരീരിക അകലം മാത്രമായി മാനസിക ഐക്യം പുലർത്തേണ്ടുന്ന സന്ദർഭമാണ്. മാസ്കുകൾ അണിയാം, അത് മുഖത്തിന് മാത്രമേ, എന്നാൽ മനസ്സിന് മുഖം മൂടി അണിയരുതെന്ന് നിരന്തരമായി വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കേൾക്കുന്നതാണ്. ദൈവത്തിന്റെ ജീവനുള്ള മാലാഖമാരായി നമ്മൾ ഓരോരുത്തരും സുഹൃത്തുക്കൾക്കും സഹവിശ്വാസികൾക്കും അറിയപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ യെശയ്യാ പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്ന പോലെ ഒരുത്തനോടൊരുത്തൻ ധൈര്യമായിരിപ്പിനെന്ന് പറഞ്ഞ് തമ്മിൽ ആശ്വസിപ്പിച്ചതുപോലെ തമ്മിൽ ആശ്വസിപ്പിക്കേണ്ടുന്ന സന്ദർഭമാകുന്നു ഈ കാലഘട്ടം. ദൈവം എന്നെ ഏൽപ്പിച്ച ഈ നിയോഗം പൂർത്തീകരിപ്പാൻ വേണ്ടി ആ ദൈവിക ശക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോ ആ നിയോഗം പൂർത്തീകരിപ്പാൻ വേണ്ടി എന്റെ ദൈവം എന്റെ കൂടെ നിൽക്കും. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിന്റെ ഏകജാതനാകുന്ന പുത്രൻ തമ്പുരാനൻ താൻ പൂർത്തീകരിക്കേണ്ടുന്ന നിയോഗങ്ങളെ പൂർത്തീകരിപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം മാലാഖയെ പറഞ്ഞയച്ചെങ്കിൽ ഞാനും നിങ്ങളും നിർവഹിക്കേണ്ടുന്ന ദൗത്യം പൂർത്തീകരിപ്പാൻ ആവശ്യമായ ശക്തിയും ബലവും നൽകാൻ ആദ്യ പരദീസായിൽ ആദ്യ മാതാപിതാക്കളോട് കൂടെ നിന്ന ആ ദൈവിക ചൈതന്യം അങ്ങ് പത്മോസ് ദ്വീപിൽ യോഹന്നാന്റെ കൂടെ സ്വർഗം തുറന്നവൻ കണ്ട ദൈവദർശനം പോലുള്ള ആത്മസാമീപ്യം നമുക്ക് ഓരോരുവർക്കും ലഭ്യമാകും. നമുക്കായതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവതിരുസന്നിധിയിൽ ഈ പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിക്കുവാൻ സന്മനസ് കാണിച്ച പ്രിയപ്പെട്ട എല്ലാ സഹൃദയരായ സുഹൃത്തുക്കളോടും സ്നേഹിതരോടും സഭാസ്ഥാനികളോടും തികഞ്ഞ സ്നേഹവും ആത്മാർത്ഥമായ ദൈവിക സൗഹൃദവും എല്ലാം പങ്കിടുന്നു.
പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള ദിവസങ്ങൾ നമുക്കെല്ലാവർക്കും പങ്കുകാരാകാം. ഈ ആശ്വാസത്തിന്റെ, ധൈര്യപ്പെടുത്തലിന്റെ, സ്വാന്തനത്തിന്റെ സദ്വാർത്ത അറിയാൻ വേണ്ടി പങ്കെടുപ്പിക്കുവാൻ നമുക്ക് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാം. നഷ്ടങ്ങളുടെയും സഹനങ്ങളുടെയും തീഷ്ണമായ വേദനയുടെയും വിയോഗത്തിന്റെയും ദുരിതത്തിന്റെയും ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ചൊരു കുടുംബമായി ധൈര്യമായി മുന്നേറാം. ആയതിനാവശ്യമായ ശക്തിയും ബലവും കെൽപ്പും ത്രാണിയും പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏകനായിരിക്കുമ്പോഴും പത്മോസിന്റെ ദ്വീപിൽ പാർക്കുമ്പോഴും സ്വർഗം തുറന്ന് യോഹന്നാൻ കണ്ട ആ ദൂതനെ പോലെ നമുക്കും നമ്മുടെ ആന്തരിക കണ്ണുകളെ തുറക്കാം. ഞാൻ ഏകനല്ലെന്നും എന്നെ ഏൽപ്പിച്ച ചുമതലകൾ പൂർത്തീകരിപ്പാൻ എന്റെ ദൈവം എന്നെ ശക്തീകരിക്കുമെന്നും എന്റെ കണ്ണുകൾ ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തും. എന്റെ സഹായകൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവെങ്കിൽ നിന്ന് വരും. ഈ വചനം നമ്മെ ശക്തീകരിക്കട്ടെ. ഈ കേൾവി നമ്മെ ശുദ്ധീകരിക്കട്ടെ. ഈ പങ്കാളിത്തം നമ്മുടെ കൂട്ടായ്മ ബന്ധത്തെ വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ കുടുംബ അന്തരീക്ഷത്തെ വിപുലീകരിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ബാല്യകൗമാരക്കാർക്കും ശക്തിയും ബലവും ദർശനവും നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സർവശക്തനും നല്ലവനുമായ ദൈവമേ, അവിടുത്തെ ഏകജാതൻ ഗത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിശബ്ദനായി മാറി നിൽക്കുന്ന സ്വർഗത്തിന്റെ പിതാവിനെ അല്ലല്ലോ, സ്വർഗത്തിൽ നിന്ന് ദൂതനെ പറഞ്ഞയച്ച് ശക്തീകരിച്ച പിതാവിനെയാണല്ലോ ഞങ്ങൾ പരിചയപ്പെട്ടത്. ഈ പിതൃസ്നേഹമാണല്ലോ ആദ്യ മാതാപിതാക്കൾ മുതൽ ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാരോട് കണ്ടു ഗ്രഹിച്ച് മനസ്സിലാക്കിയത്. ഈ ദൈവിക സ്നേഹമാണല്ലോ അപ്പോസ്തലന്മാർക്ക് പീഡയേൽക്കുവാനും ക്രൂശ് മരണവും ശിരച്ഛേദവും ഏൽക്കേണ്ടി വന്നപ്പോഴും പിന്മാറാതിരിപ്പാനും ധൈര്യം നൽകിയത്. ഈ ദൈവിക സ്നേഹമാണല്ലോ ഈ പൂർവീക സഭയെ ഇത്രത്തോളം അവിടുന്ന് വഴി നടത്താൻ കാരണമായിട്ടുള്ളത്. ഇന്ന് ഞാനായിരിക്കുന്ന എന്റെ സഭയിൽ, എന്നെ ദൈവമേൽപ്പിച്ച എന്റെ കുടുംബത്തിൽ, എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ചുമതലകളിൽ, ദൈവം എനിക്ക് തന്ന യൗവനത്തിന്റെ നല്ല ആരോഗ്യത്തിൽ, ദൈവം എനിക്ക് തന്ന ഈ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം തന്ന ഈ ആയുസ്സിൽ, ദൈവമേ എന്നെ കൊണ്ട് അവിടുന്ന് പൂർത്തീകരിപ്പാൻ ഉദ്ദേശിക്കുന്ന ജീവിത ലക്ഷ്യങ്ങൾ, നിയോഗങ്ങൾ പൂർത്തീകരിപ്പാൻ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസമക്ഷത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരു വേള പതറിപ്പോയവരാണെങ്കിലും, വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ ഗതിമാറി സഞ്ചരിച്ചവരാകുന്നുവെങ്കിലും, ഇടറി മാറിയവരാണെങ്കിലും, അവരെയും കൂടെ നിർത്തി അവരെയും ശക്തീകരിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തപ്പെട്ട അമ്മയുടെയും 12 അപ്പോസ്തലന്മാരുടെയും 72 അറിയിപ്പുകാരുടെയും സകല സഹോദരന്മാരുടെയും പുണ്യവാന്മാരുടെയും വിശുദ്ധ സംഘം മുഴുവന്റെയും മാധ്യസ്ഥം മുഖാന്തരം ദൈവം നമ്പരാ നിങ്ങളെ നിങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.
ഈ ഓൺലൈൻ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, വലിയ പ്രതിസന്ധികളിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെയാണ് ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ എന്ന മാരകമായ ലോകം മുഴുവൻ പടർന്നു പിടിച്ച് വളരെ സൂക്ഷ്മജീവിയായ ഒരു വൈറസിന്റെ ആക്രമണത്തിൽ ഈ ലോകത്തിലുള്ള സകല ആളുകളും വലിയ ഭാരത്തിലും ഞെരുക്കത്തിലുമായിരിക്കും. ഓരോ രാജ്യങ്ങളും അതിലെ ആളുകളും വിഷമസ്ഥിതിയിലായിരിക്കുന്ന ഈ സമയത്ത് കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വേദപുസ്തകത്തിൽ ബാധകളേറ്റതായിരിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിവിധങ്ങളായ ബാധകളേറ്റ് അവരുടെ ജീവിതത്തിൽ സൗഖ്യം പ്രാപിച്ചതായിരിക്കുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. രക്തസ്രാവക്കാരി സ്ത്രീയുടെ വേദന, അവളുടെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന വലിയ രോഗം, പുരുഷാരത്തിന്റെ കൂടെ നടന്നു പോകുമ്പോൾ അവൾ വിശ്വാസത്തോടെ വന്ന് യേശുവിനെ ഒന്ന് തൊട്ടു, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടു എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ തൊട്ട നിമിഷത്തിൽ യേശു പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് എന്നെ തൊട്ടതാര് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാര് ചോദിക്കുന്നു, നിന്നെ തൊട്ടതാര് എന്നോ? ഈ ജനസമൂഹം മുഴുവൻ തിക്കിത്തിരിക്കി നടക്കുമ്പോൾ ആര് തൊട്ടു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതാണ് ശിഷ്യന്മാരങ്ങനെ ചോദിച്ചത്. പക്ഷെ യേശു പറഞ്ഞു, എന്നെ ഒരാള് തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. യേശുവിൽ കൂടെ, ആ തൊട്ട വസ്ത്രത്തിൽ കൂടെ അവളിലേക്ക്, അവളുടെ കരങ്ങളിലേക്ക് ഇറങ്ങിയ ശക്തി, ദൈവശക്തി അവളുടെ ജീവിതത്തിലേക്ക്, അവളുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് വളരെ വർഷങ്ങളായി അവളെ ബാധിച്ചിരുന്ന ആ മഹാരോഗം, രക്തവാർച്ച, അവളിൽ നിന്ന് വളരെ പെട്ടെന്ന് നിന്നുപോവുകയാണ്, തീരുകയാണ്. വിശ്വാസപൂർവം യേശുവിനെ തൊട്ടപ്പോൾ അവൾക്ക് അത്ഭുതകരമായി സൗഖ്യം ലഭിച്ചു. ധ്യാനകേന്ദ്രത്തിൽ ധ്യാനത്തിന് കടന്നു വന്നിട്ടുള്ള നിരവധി ദൈവമക്കളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം അതാണ്. തങ്ങളുടെ പാപങ്ങളെ കണ്ടെത്തി യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് രോഗബന്ധനങ്ങൾ അഴിയുകയാണ്, വിവിധ ബാധകൾ അവരെ വിട്ട് മാറുകയാണ്, കുടുംബ പ്രശ്നങ്ങൾ മാറുകയാണ്, പ്രതിസന്ധികൾ മാറുകയാണ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയാണ്, വേദനകൾക്ക് നീക്കം വരികയാണ്. മനസ്സിൽ ബാധകളേറ്റിട്ടുള്ള, ശരീരത്തിൽ മൊത്തത്തിൽ ബാധകളേറ്റിട്ടുള്ള ഗദരാദേശത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത്, ആ മനുഷ്യനിൽ ബാധിക്കപ്പെട്ട ഭൂതങ്ങളെ യേശു അടുത്തേക്ക് ചെല്ലുമ്പോൾ അവന് സൗഖ്യം ലഭിക്കുകയാണ്. ആ ഭൂതങ്ങൾ അവനെ വിട്ട് പന്നിക്കൂട്ടങ്ങളിലേക്ക് പോയി എന്നാണ്. യേശു വന്നപ്പോൾ, യേശുവിന്റെ സാന്നിധ്യം അവന് ലഭിച്ചപ്പോൾ, യേശു ഒന്ന് തൊട്ടപ്പോൾ, എന്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞവൻ നിലവിളിക്കുന്നുണ്ട്. അവന്റെ അകത്തുള്ള സാത്താന്യ ശക്തികൾ യേശു അടുത്തേക്ക് വരാനായിട്ട് സമ്മതിക്കാതെ തടുക്കുമ്പോൾ, ഇവനെ വിട്ടു പോക എന്നുള്ള ഒരു കൽപ്പന യേശു ആ ഭൂതങ്ങൾക്ക് കൊടുക്കുമ്പോൾ, ഭൂതങ്ങളുടെ അപേക്ഷ പ്രകാരം ആ ഭൂതങ്ങളെ പന്നിക്കൂട്ടങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നതായി നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജീവിതത്തിൽ ബാധകളേറ്റതായ ആളുകൾ അവരുടെ ജീവിതത്തിൽ അതിൽ നിന്ന് പരിഹാരം കിട്ടാനായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് യേശുവാണ്. ആ തിരുസന്നിധിയിലേക്ക് ആരൊക്കെ അടുത്തു വരുന്നുവോ
അവരെ അനുഗ്രഹിക്കുന്ന, അവരെ സഹായിക്കുന്ന, അവർക്ക് സൗഖ്യം കൊടുക്കുന്ന, ബാധകൾ അകറ്റുന്ന, പ്രയാസങ്ങൾ മാറ്റുന്ന, രോഗങ്ങൾ മാറ്റുന്ന മഹാപരിശുദ്ധനായിരിക്കുന്നവൻ ഇന്ന് അരികെ വന്നിട്ടുണ്ട്. ഈ ഓൺലൈൻ ശുശ്രൂഷയുടെ മധ്യത്തിൽ നമ്മുടെ അരികത്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളിൽ കടന്നു വന്ന് സ്പർശിക്കുന്ന യേശുവിന്റെ അത്ഭുതകരമായ സാന്നിധ്യം അകത്തെ കണ്ണുകൊണ്ടൊന്ന് കാണണമെന്ന്. മഗ്ദലക്കാരി മറിയയുടെ ജീവിതത്തിൽ അവളുടെ ഉള്ളിൽ ബാധിക്കപ്പെട്ട 7 അശുദ്ധാത്മാക്കളെ യേശു പുറത്താക്കുന്നുണ്ട്. അശുദ്ധാത്മാക്കൾ അവളുടെ ജീവിതത്തിൽ ബാധിക്കപ്പെട്ടപ്പോൾ ആ അശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവളുടെ ജീവിതത്തിൽ നിൽക്കുന്നത് കൊണ്ട് വ്യഭിചാരത്തിന്റെ ആസക്തികളിൽ പെട്ടുകിടന്ന, വ്യഭിചാര ദോഷങ്ങളിൽ പെട്ടുകിടന്ന മഗ്ദലന മറിയം, അവളുടെ ജീവിതത്തിൽ നിന്ന്, അവളുടെ ശരീരത്തിൽ നിന്ന് യേശു ഈ ഭൂതങ്ങളെ, 7 ഭൂതങ്ങളെ അവളിൽ നിന്ന് പുറത്താക്കുകയാണ്. നമുക്ക് ബൈബിൾ വായിച്ചറിയാം, അവൾ സൗഖ്യമുള്ളവളായി, അവൾ യേശുവിന്റെ കാൽപാദത്തിങ്കിലായി. യേശുവിന്റെ അത്ഭുതകരമായ സാന്നിധ്യം അവൾക്ക് വെളിപ്പെട്ടു. യേശുവിന്റെ വലിയ കൃപയിലേക്ക് അവൾ കടന്നു വന്നു. യേശുവിനെ അവൾ സ്നേഹിക്കാൻ തുടങ്ങി. തന്റെ ശരീരം വിറ്റ് നടന്നതായ, അശുദ്ധിയിൽ അകപ്പെട്ട് നടന്നതായ, പാപജീവിതം നയിച്ചതായിരിക്കുന്ന അവളുടെ ജീവിതത്തിലേക്ക് യേശുവിന്റെ സ്നേഹം ഒഴുകുകയാണ്. യേശു അവളെ സ്പർശിച്ചു. യേശു അവൾക്ക് സൗഖ്യം കൊടുത്തു. യേശു അവളിലുള്ള ബാധകളെ അകറ്റി അവൾക്ക് മാനസാന്തരത്തിന്റെ വലിയ അനുഭവം അവളുടെ ജീവിതത്തിൽ കത്തി നിൽക്കുകയാണ്. ഇതുപോലെ യേശുവിനെ സ്നേഹിച്ച് യേശുവിനോടൊപ്പം യേശു ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആ ശുശ്രൂഷകളുമായി ഓടി നടക്കുന്ന മഗ്ദലന മറിയം. കർത്താവ് ബാധയുള്ളവരെ തൊടുന്നവനാണ്. കർത്താവ് സൗഖ്യമാക്കുന്നവനാണ്. രോഗമുള്ളവരെ തൊടുന്നവനാണ് കർത്താവ്. കർത്താവ് തൊട്ടാലും, കർത്താവിനെ തൊട്ടാലും സൗഖ്യം ഉറപ്പാണ്. രോഗക്കിടക്കകളിൽ ആയിരിക്കുന്ന ഏതെങ്കിലും ദൈവത്തിന്റെ മക്കൾ ഈ തിരുവചനങ്ങളെ കേൾക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം, അത് ദൈവികമായ വചനം, ജീവനുള്ള വചനം, സൗഖ്യമാക്കുന്ന വചനം, രൂപാന്തരപ്പെടുത്തുന്ന വചനം ഹൃദയത്തിനകത്ത് സ്വീകരിക്കുന്നുവെങ്കിൽ, കേൾക്കുന്ന സമയത്ത് അകത്ത് എന്റെ ദൈവമേ നിനക്ക് സ്തുതി, നീ എന്നെ ഒന്ന് സ്പർശിക്കണമേ, എനിക്ക് സൗഖ്യം തരണമേ എന്ന് അകത്ത് ഒരു പ്രാർത്ഥന ദൈവമക്കൾക്കുണ്ടാകട്ടെ. പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്ന, കണ്ണുനീരിനെ മറികടക്കാത്ത പരിശുദ്ധനായ ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യമാണ് ഇന്ന് നമുക്ക് ഉള്ളത്. വേദപുസ്തകം അങ്ങോളം ഇങ്ങോളം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ബാധകൾ മാറ്റിക്കൊടുത്തത്, രോഗങ്ങൾ മാറ്റിയത്, പാപങ്ങൾ തന്റെ സ്നേഹത്താൽ നീക്കിക്കൊടുക്കുന്നു, മോചനം കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. സങ്കീർത്തന പുസ്തകം 106-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ ദൈവത്തെ കോപിപ്പിച്ചു. പെട്ടെന്ന് ഒരു മഹാമാരി അവരെ ബാധിച്ചു. ദൈവങ്ങളെ, പഴയ നിയമകാലത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, തങ്ങളുടെ പ്രവൃത്തികളാൽ ദൈവത്തെ കോപിപ്പിച്ച, അശുദ്ധിയിൽ അകപ്പെട്ടുപോയ, വിഗ്രഹ സേവകളിൽ അകപ്പെട്ടുപോയ ആ ജനം, പുറപുറുപ്പുകാരായ ജനം, ദോഷമുള്ള ജനം, അരുതാത്ത വാക്ക് സംസാരിക്കുന്ന ജനം, അവിടെ നടുവിലേക്ക് ഒരു ബാധ ഇറങ്ങി വന്നു, ഒരു മഹാമാരി അവരെ പിടിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ നീതിമാനായ, വിശുദ്ധനായിരിക്കുന്ന, ദൈവകൃപയുള്ളതായിരിക്കുന്ന, ജീവിതത്തിന്റെ അന്ത്യത്തോളം നീതിയോടെ ജീവിച്ചതായ ഫിനഹാസ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതൽ ആ ആളുകൾക്ക് ലഭിക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അനേക ബാധകൾക്ക് മാറ്റം വരുത്താനായിട്ട്, അനേക ബാധകൾ മാറുവാനായിട്ട് അനേക വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ഉപകരിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്.
എന്നാൽ ഈ കാലങ്ങളിൽ ദൈവമക്കളെ വ്യക്തമായിട്ട് തിരിച്ചറിയണം, സകല ബാധകളെയും മാറ്റുന്നവൻ നമ്മുടെ അരികത്ത് കടന്നു വന്നിട്ടുണ്ട്. മഹാപരിശുദ്ധനായിരിക്കുന്നവൻ, മരണത്തെ ജയിച്ച് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ അതിപരിശുദ്ധനായ കർത്താവ് നമ്മുടെ അരികത്ത് കടന്നു വന്നിട്ടുണ്ട്. ഏതെല്ലാം ബാധകളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ആണെങ്കിൽ പോലും ആ വ്യക്തികൾക്കൊക്കെയും സൗഖ്യം കൊടുക്കുവാൻ കഴിവുള്ള പരിശുദ്ധനായ കർത്താവിന്റെ ദിവ്യമായ സാമീപ്യമാണ് ഇന്ന് നമ്മുടെ അരികത്ത് കടന്നു വന്നു നിൽക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്: നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കണം. രക്തം കാണുമ്പോൾ സംഹാരദൂതൻ ഒഴിഞ്ഞു പോകും, ബാധ നിങ്ങളെ തൊടുകയില്ല. ആ വാക്യം ശ്രദ്ധിക്കണം, ബാധ നിങ്ങളെ തൊടുകയില്ല. ദൈവമക്കളെ, ബാധ തൊടാതിരിക്കാനായിട്ട് ആ കാലങ്ങൾ കൊടുത്തതായിരിക്കുന്ന ഒരു വലിയ സംഗതിയായിരുന്നു രക്തം അടയാളമായിരിക്കണം. കട്ടിലപ്പടിമേലും കുറുമ്പടിമേലും രക്തം അടയാളമായി വരച്ച് സംഹാരദൂതൻ, കടിഞ്ഞൂൽ സംഹാരദൂതൻ ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ രക്തം കാണുന്ന നിമിഷത്തിൽ ആ രക്തം കണ്ടിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും, ബാധ ഏൽക്കുകയില്ല. ഒരു സംഹാരദൂതൻ കയറി വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം കാൽവരി ക്രൂസിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിന്റെ പുണ്യാഹ രക്തം നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്ന തിരുരക്തമാണ്. ഈ ലോകത്തെ മാനവ ജാതിക്ക് വേണ്ടിയിട്ടാണ് യേശുവിന്റെ ആ ബലി നടക്കുന്നത്. പിതാവാം ദൈവം തന്റെ ഓമനകുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഈ ലോകത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും അവന്റെ ബലിയാൽ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ്, ബാധ അകറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ തങ്കച്ചോരയാൽ സൗഖ്യമുണ്ട്. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ തങ്കച്ചോരം കൊണ്ട് മാത്രമാണ് വിടുതൽ ലഭിക്കുന്നത്. അത് കട്ടിലപ്പടിമേലും കുറുമ്പടിമേലും അന്ന് അടയാളമായി വരച്ചുവെങ്കിൽ ഹൃദയത്തിന്റെ വാതിലാകുന്നതിന്റെ കട്ടിലപ്പടിമേലും കുറുമ്പടിമേലും ഒരടയാളം വരയ്ക്കണം. നിശ്ചയമായിട്ടും ഏത് ബാധയുള്ളവനാണെങ്കിലും രക്ഷപ്പെടാനുള്ളതായിരിക്കുന്ന മാർഗമാണത്. നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതകരമായ കരം നമ്മെ സ്പർശിക്കും. വേദപുസ്തകത്തിൽ ക്രൂസിലെ ആ 2 കള്ളന്മാരെ നമുക്ക് മുമ്പിൽ വരച്ച് കിട്ടിയിട്ടുണ്ട്. കള്ളന്മാരുടെ ജീവിതത്തിൽ വലിയ കൊലപാതകികളായിരുന്ന, വ്യഭിചാരികളായിരുന്ന, പിടിച്ചുപറിക്കാരായിരുന്ന, മോഷണം നടത്തിക്കൊണ്ടിരുന്ന, സമൂഹത്തിന് വലിയ ശാപമായി മാറിക്കൊണ്ടിരുന്ന ആ കള്ളന്മാർക്ക് അർഹമായ ശുശ്രൂഷ, അർഹമായിരിക്കുന്ന ആ ശിക്ഷ കിട്ടി. അർഹമായ ശിക്ഷ ലഭിച്ച് അവര് ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു എന്നാണ്. ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. കൊടും പാപികളുടെ സ്നേഹിതനായിരിക്കുന്നവൻ അതിന്റെ നടുവിലുണ്ട്. ദൈവമക്കളെ, ഇടത്തും വലത്തുമായി കിടക്കുന്നതായ ആ കള്ളന്മാരുടെ മധ്യേ മറ്റൊരു കള്ളനെ പോലെ നാട്ടിയിരിക്കുന്ന ഒരു പിച്ചള സർപ്പമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പാപത്തെ, കൊടുംപാപികളുടെ പാപത്തെ നീക്കുവാനായിട്ട് ലോകത്തിലേക്ക് മാനവജാതിയെ തേടി വന്ന, പാപികളെ തേടി വന്ന, നീതിമാന്മാരെ അല്ല പാപികളെ തേടി എത്രേ ഞാൻ കടന്നു വന്നത് എന്ന് അരുളി ചെയ്ത അതേ യേശു അറുക്കപ്പെട്ട കുഞ്ഞാടായി കള്ളന്മാരുടെ മധ്യേ ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 23-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തൂക്കിയതായ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ യേശുവിനെ ദുഷിച്ചു. മറ്റവൻ അവനെ ശാസിക്കുകയാണ്. നാമോ ന്യായമായത് പ്രാപിച്ചു, നാമോ ന്യായമായതാണ് പ്രാപിച്ചത്. അവൻ മറ്റവനെ ശാസിക്കുകയാണ്.
ദൈവമക്കളെ, വലിയ ദോഷങ്ങളിൽ അകപ്പെട്ട് കിടന്ന, പാപങ്ങളിൽ അകപ്പെട്ട് കിടന്ന ആ വ്യക്തിക്ക് നല്ല ബോധ്യമുണ്ട്, ഈ മധ്യഭാഗത്തായി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നവൻ യാതൊരു തെറ്റും ചെയ്യാത്തവനാണ് എന്ന് അവന് നല്ല ബോധ്യമുണ്ട്. നാമോ ന്യായമായതാണ് പ്രാപിച്ചത്. എന്നാൽ അവനിങ്ങനെ യേശുവിനോട് പറയുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് യേശുവിനോടൊരു വാക്ക് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദിവസം ആ ക്രൂശൊന്ന് കാണുവാനായിട്ട് പറ്റുമോ? ബാധകൾ അകറ്റുന്ന, ഭാരങ്ങൾ നീക്കുന്ന, പ്രയാസങ്ങൾ മാറ്റുന്ന, നിന്റെ പാപം എത്ര കടുഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുള്ള യേശുവെന്ന അരുമ നായകനെ, ആ നാഥനെ, രാജാക്കന്മാർ രാജാവിനെ, വൈദ്യന്മാരുടെ വൈദ്യനെ ആ ക്രൂശിന്മേൽ ആണിയടിക്കപ്പെട്ടവനായി കണ്ടപ്പോൾ ആ കള്ളൻ പറഞ്ഞ വാക്യതാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന്. ഒറ്റ വാക്കാണ് യേശു അവന് കൊടുക്കുന്നു. ഞാൻ സത്യമായി നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിരിക്കും. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിരിക്കും. ദൈവമക്കളെ, ആരാണത് ആ നിമിഷം വരെ ക്രൂശിക്കപ്പെട്ടിട്ട് രാവിലെ ക്രൂശിച്ച് ദൈവമക്കളെ ഉച്ചവരെയും ആ ക്രൂശിന്മേൽ കിടന്നവൻ ഉച്ചയായപ്പോൾ അവന്റെ സ്ഥിതിക്ക് മാറ്റം വരികയാണ്. നരകത്തിലേക്ക് പോകേണ്ടുന്നവന് സ്വർഗരാജ്യത്തിലേക്കുള്ള ആ പ്രവേശനത്തിനുള്ള കവാടം ഇതാ തുറക്കുന്നവൻ. അവൻ പറയുകയാണ്, നീ എന്നോടുകൂടെ, നീ അനുഗ്രഹത്തിലേക്ക് കടക്കും, നീ പർദീസിലേക്ക് കടക്കും എന്ന് അവനൊരു വാക്ക് കൊടുക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, പർദീസിലേക്ക് കയറ്റാൻ ഒറ്റ ഒരുത്തനെ കഴിയത്തുള്ളൂ. ഞാനാകുന്ന വാതിൽ, എന്നിലൂടെ അല്ലാതെ ഒരുത്തനും അക്കരെ നാട്ടിൽ കടക്കാനായിട്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞ യേശുവിനല്ലാതെ മറ്റേ ഒരുത്തനും വേറെ ഒരുത്തനും സ്വർഗത്തിൽ കടത്താനായിട്ട് പറ്റത്തില്ല. ഞാൻ മൂലമല്ലാതെ ഒരുത്തനും പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുകയില്ല എന്ന് യേശു തമ്പുരാൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഭവന ഭേദനങ്ങൾ നടത്തിയവൻ, മോഷ്ടാവായിരിക്കുന്നവൻ, വ്യഭിചാരിയായിരിക്കുന്നവൻ, കൊല നടത്തിയിട്ടുള്ളവൻ, കൊള്ളിവയ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ വൃത്തികെട്ട പ്രവൃത്തികൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളവൻ, അനേകം ആളുകളെ ഉപദ്രവിച്ചിട്ടുള്ളവൻ, അങ്ങനെ നിരവധിയായ പാപപ്രവൃത്തികൾ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന ആ വ്യക്തിയെ അവന്റെ പാപത്തിൽ നിന്ന് മോചനം കൊടുക്കാൻ കാൽവരി ക്രൂശിൽ അറുക്കപ്പെട്ടവന്റെ സന്നിധിയിൽ ഒരു കൊച്ചു പ്രാർത്ഥന നടത്തി, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന്. ദൈവമക്കളെ, അവസാന നിമിഷത്തിലുള്ള വലിയൊരു അനുഗ്രഹത്തിലേക്ക് അദ്ദേഹം ചെന്നെത്തുകയാണ്. ഈ കള്ളനൊരു വലിയ ഭാഗ്യമാണ് ദൈവമക്കളെ കിട്ടുന്നത്. ആരെല്ലാം പാപത്താൽ പിടിക്കപ്പെട്ട് സ്വന്തം ഭവനങ്ങളിലും ഓരോ രാജ്യങ്ങളിലും ഓരോ ദേശങ്ങളിലും നാടുകളിലുമായി ജീവിക്കുന്നുണ്ട്, ഈ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും വാത്സല്യമില്ലാത്തവരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദാഷ്ട്യക്കാരും നിഗളികളും ഭോഗപ്രിയരായി ദൈവപ്രിയമില്ലാതെ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. ഈ അന്ത്യകാലഘട്ടത്തിൽ എവിടെ നോക്കിയാലും എവിടെയൊക്കെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം പാപത്തിന്റെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. പല സഭകളിലും സമൂഹങ്ങളിലും കൂട്ടായ്മകളിലും വ്യക്തി ജീവിതങ്ങളിലും പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നിന്ദിക്കുന്ന, കർത്താവിനെ പരിഹസിക്കുന്ന, അവനെ വീണ്ടും ക്രൂശിക്കുന്ന പാപികളുടെ എണ്ണം ഈ കാലഘട്ടങ്ങൾ പെരുകി വന്നിരിക്കുന്നത് കൊണ്ട് നാം ഒത്തിരി ജാഗരിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കുടുംബാദികളുടെ സ്നേഹിതനാണ് അറുക്കപ്പെട്ട് കിടക്കുന്നത്. ദൈവമക്കളെ, അവൻ പരിശുദ്ധന്മാരെ തേടിയല്ല കടന്നു വന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത്, ഞാൻ പാപികളെ തേടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിന്റെ
23:39 പ്രിയപ്പെട്ടവരെ, ആ കള്ളൻ ദുഷിച്ച് സംസാരിക്കുന്നത്, ദുഷിച്ച് പറയുകയാണ്. പക്ഷേ അവനെ മറ്റേ കള്ളൻ ശാസിച്ചു, അരുത്, നീ അങ്ങനെ പറയരുത്. നാം സമശിക്ഷാവിധിയിൽ അകപ്പെട്ടവരാണ്, നാം തെറ്റുകാരാണ്, നാം കുറ്റക്കാരാണ്. പക്ഷേ ഇവനോ അങ്ങനെയല്ല, അവൻ തിരിച്ചറിയുകയാണ്. മത്തായിയുടെ സുവിശേഷം 27:44 അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവർ അവനെ നിന്ദിച്ചു. അവിടെ പറയുന്നുണ്ട്, അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവർ. ആദ്യ സമയത്ത് രണ്ടുപേരും നിന്ദിച്ചതായി പറയുന്നുണ്ട്. ദൈവത്തിനും മനുഷ്യർക്കും വിരോധമായി നിന്നവർ. പ്രിയപ്പെട്ടവരെ, സ്വർഗീയമായ സ്നേഹത്തിന്റെ ശബ്ദം അന്ന് ക്രൂശിൽ വെച്ച് കേൾക്കുകയാണ്. ഒരു സ്വർഗീയ ശബ്ദം കേൾപ്പിക്കുന്ന വലിയ അനുഗ്രഹീതമായ കാര്യപരിപാടിയാണ് ഈ ശുശ്രൂഷയിലൂടെ നടക്കുന്നത്. ഉടയ തമ്പുരാനാണ് ഇടപെടേണ്ടത്, അവന്റെ സ്നേഹമാണ് സ്പർശിക്കേണ്ടത്, അവന്റെ വചനമാണ് ഹൃദയത്തിൽ ഇറങ്ങേണ്ടത്. ചെവി തുറന്ന് കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ അത്ഭുതകരമായ സ്നേഹം, ആ സ്വർഗീയ ശബ്ദം, തന്നെ ഉപദ്രവിക്കുന്ന, തന്നെ ആണിയടിച്ചതായ, ചാട്ടവാറ് കൊണ്ടടിച്ചതായ ആ ആളുകൾക്ക് വേണ്ടി ക്രൂസിൽ കിടന്നുകൊണ്ട് ഒരു ശബ്ദം, യേശുവിന്റെ ശബ്ദം ഈ കള്ളന്മാര് കേൾക്കുകയാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ ശബ്ദം കേട്ടതായിരിക്കുന്ന വലത്തുഭാഗത്തെ കള്ളന്റെ ഹൃദയം തുറന്നെങ്കിൽ ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്ന ചില മക്കളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ സ്വർഗത്തിലെ ദൈവം തുറക്കും. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള അത്ഭുത സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന, പാപികളെ തേടി വന്ന് പാപികളുടെ സ്നേഹിതനായിരിക്കുന്ന ആ ദൈവത്തിന്റെ ശബ്ദം, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന ശബ്ദം. മത്തായിയുടെ സുവിശേഷം 27:41-42 വാക്യങ്ങൾ. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു, മറ്റുള്ളവരെ രക്ഷിച്ചു, നീ തന്നെത്താൻ രക്ഷിക്ക്, ക്രൂസിൽ നിന്ന് ഇറങ്ങി വാ. ദൈവമക്കളെ പരിഹസിക്കുകയാണ്. ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിക്കുകയാണ്, നിന്ദിക്കുകയാണ്. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തിപ്പാടുന്ന മഹോന്നതങ്ങളിൽ നിന്ന് താഴ്ന്നിറങ്ങി വന്ന് താഴ്മ ധരിച്ച കന്യക മറിയാമിന്റെ ഉദരത്തിൽ പൂജാകം ചെയ്ത മഹാപരിശുദ്ധനായിരിക്കുന്ന ദൈവത്തെയാണ് അവര് പരിഹസിക്കുന്നത്. അന്നത്തെ നേതാക്കന്മാരാണ് പരിഹസിക്കുന്നത്, അന്നത്തെ പുരോഹിതന്മാരാണ് പരിഹസിക്കുന്നത്. തിരിച്ചറിവില്ല. ഈ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത് ആരാണെന്ന തിരിച്ചറിവ് അന്നത്തെ മഹാപുരോഹിതന്മാർക്ക് കിട്ടാതെ പോയി, അന്നത്തെ മൂപ്പന്മാർക്ക് കിട്ടാതെ പോയി, അന്നത്തെ നേതാക്കന്മാർക്ക് അത് കിട്ടാതെ പോയി. ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നവൻ സർവശക്തനാണ്. ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുകയാണ്. മറ്റുള്ളവരെ രക്ഷിക്കണം. കള്ളൻ അത് കേട്ടു, ആ വാക്ക് കള്ളൻ കേൾക്കുകയാണ്. നീ മറ്റുള്ളവരെ രക്ഷിക്കുന്നവനാ. യേശുവിന്റെ അടുത്തേക്ക് അതുവരെയും അടുത്തു വരാത്ത കള്ളൻ യേശുവിന്റെ അടുത്ത് ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോൾ ഈ മഹാപുരോഹിതന്മാര് പറഞ്ഞ വാക്ക്, നീ മറ്റുള്ളവരെ രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ആ വാക്ക് അവന്റെ ഉള്ളിൽ ശക്തമായി പ്രതിഫലിച്ചു. അവന്റെ ഉൾക്കണ്ണുകളെ തുറന്നു. അവൻ യേശുവിനെ ശ്രദ്ധയോടെ നോക്കി. മറ്റുള്ളവരെ രക്ഷിച്ചു എന്ന് പറയുന്ന ആ വാക്ക് കള്ളന്റെ ഹൃദയം തുറന്നുവെങ്കിൽ അനേകരുടെ ഹൃദയത്തെ തുറക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടക്കേണ്ടത്. ദൈവമക്കളെ, വലിയവരായ ആളുകൾ നിന്ദിക്കുന്നു, മറ്റുള്ളവരെ പരിഹസിക്കുന്നു. ഈ ലോകത്ത് മറ്റുള്ളവരെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്ന ആ യേശുവിനെ ആ നിമിഷത്തിൽ കാണുവാനായിട്ട് ഈ കള്ളന് കഴിഞ്ഞുവെങ്കിൽ
അവൻ പറഞ്ഞു, നാമോ ന്യായമായതാണ് അനുഭവിക്കുന്നത്. ഇവൻ അങ്ങനെയല്ല, ഇവൻ പരിശുദ്ധനാണ്, ഇവൻ തെറ്റില്ലാത്തവനാണ്, ഇവൻ കുറ്റമില്ലാത്തവനാണ്. ഇവന് ഈ മരണം ഏൽക്കുന്നത് തെറ്റ് ചെയ്തിട്ടല്ല. വ്യക്തമായ ബോധ്യം മക്കളിലുണ്ടായിരുന്നു. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, യെശയ്യാവിന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അയ്യോ ഞാൻ അശുദ്ധിയുള്ള നാവുള്ള ഒരു മനുഷ്യൻ. 6 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ സ്വർഗീയ ദർശനം കണ്ടതായിരിക്കുന്ന യെശയ്യാവ്, മാലാഖമാരെ കണ്ടതാ യെശയ്യാവ്, ആ യാഗപീഠത്തിൽ നിന്ന് ഒരു കനൽക്കട്ട കൊടിൽ കൊണ്ടെടുത്ത് യെശയ്യാവിന്റെ അധരത്തെ തൊടിപ്പിക്കുമ്പോൾ യെശയ്യാവിന് പാപബോധം വരികയാണ്. ആ കനൽക്കട്ട യേശുവിന്റെ വചനമാണ്. അതാണ് വചനം എന്ന് പറയുന്നത്. ആ കനൽക്കട്ടയാണ് തൊടുവിക്കപ്പെടേണ്ടത്. അതാണ് അധരത്തിൽ തൊടുവിക്കപ്പെടേണ്ടത്. അപ്പോഴാണ് പാപബോധം വരുന്നത്. ഈ കാലഘട്ടങ്ങളിൽ പാപബോധമില്ലാതെ ജീവിക്കുന്ന നിരവധിയായ ആളുകളുണ്ട്. അയ്യോ ഞാനൊരു പാവി, ഈ പാവിയോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം ആളുകളുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ വചനമായി എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ഒഴുകണമേ, നിന്റെ വചനമായി എന്റെ ഹൃദയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനവധി ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. നന്മ മാത്രം സംസാരിച്ച നാവുകൾ, നന്മ മാത്രം സംസാരിച്ചിട്ടുള്ള, നന്മ മാത്രം പ്രവർത്തിച്ചിട്ടുള്ള കർത്താവ്, നന്മയിലേക്ക് മാത്രം നടന്നിട്ടുള്ള കർത്താവ്, അവന്റെ കാലുകളും കൈകളിലുമാണ് ആണിയടിച്ച് കയറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നാം എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, ക്രൂശിലെ ആ കള്ളനോട് കരുണ ചെയ്ത പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ സഭയിൽ ഈ ഒരു പ്രാർത്ഥനയുണ്ട്. പാപിനിയായ സ്ത്രീയോട് കരുണ ചെയ്തതുപോലെ എന്നോട് കരുണ ചെയ്യണമേ. കർത്താവേ, ആ സക്കായിയോട് കരുണ കാണിച്ചതുപോലെ എന്നോട് കരുണ കാണിക്കണമേ. ഗോകുൽത്തായിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. പാപമോചനത്തിന്റെ സ്ഥലത്തേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും നമ്മുടെ ശ്രദ്ധ പാപമോചനം തരുന്ന ഒരു സ്ഥലം അത് ഗോകുൽത്തായിലാണ്, അത് കാൽവരി ക്രൂശിലാണ്. ക്രൂശ് കൂടാതെ രക്ഷപ്പെടാൻ സാധ്യമല്ല. അനുഗ്രഹമാണ് ജീവിതത്തിലേക്ക് അവൻ ചൊരിഞ്ഞു തരുന്നത്. ഞാൻ ആ പാപികളിൽ ഒന്നാമൻ എന്ന് പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നില്ലേ? ഞാൻ ആ പാപികളിൽ ഒന്നാമൻ, ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്തു പോകുന്നത്. അത്രയേറെ വിശുദ്ധിയിൽ നിൽക്കുന്ന, തന്റെ നിഴലടിച്ചാൽ പോലും സൗഖ്യം ലഭിക്കുന്ന അതിപരിശുദ്ധനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഞാൻ ആ പാപികളിൽ ഒന്നാമനാണ്. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അകത്തു വരുന്ന ചില പാപത്തിന്റെ ചിന്തകൾ പോലും പാപമായി അദ്ദേഹം ഗണിക്കപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹം നിലവിളിക്കുകയാണ്, ഞാൻ ആ പാപികളിൽ ഒന്നാമനെന്ന്. എന്തുമാത്രമാ താഴ്ത്തി കൊടുക്കുന്നത്? ഒരുപക്ഷെ പാപം ചെയ്തിട്ടല്ല, പക്ഷേ ശരീരത്തിന് പ്രമാണമുണ്ട്. മരണം വരെയും പാപത്തോടൊരു പോരാട്ടമുണ്ട്. ശരീരത്തിലിരിക്കുന്ന ഒരു വ്യക്തികൾക്കും പാപമില്ല എന്ന് പറയാൻ സാധ്യമല്ല. 1 യോഹന്നാൻ 1:8 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് പറയുന്നത് ഇപ്രകാരമാണ്, ഒരുത്തൻ പാപം ഇല്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. സത്യം അവനിൽ ഇല്ലാതെയായി. അവന്റെ കാലുകളിൽ ആണിയടിച്ചു കയറ്റി, കൈകളിൽ ആണിയടിച്ചു കയറ്റി. ഓ പ്രിയപ്പെട്ടവരെ, ഒരു നന്മയും ചെയ്യാൻ ഇനി സാധ്യമല്ല. കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ കരങ്ങൾ അനേകർക്ക് സൗഖ്യം കൊടുത്ത കരമാണത്. ആ കാലുകൾ അനേക രോഗികളുടെ അടുത്തേക്ക് നടന്നതായിരിക്കുന്ന കാലുകളാണത്. ഈ നിമിഷം ആ പരിശുദ്ധന്റെ സന്നിധിയിലേക്ക്, ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് മുട്ടുമടക്കി കർത്താവിനോട് പറയണം, കർത്താവേ, നിന്റെ അത്ഭുതകരമായ സാന്നിധ്യം എനിക്ക് നീ തരണം. കള്ളന്റെ ഒരേ ഒരു മാർഗം, പാപമോചനത്തിന്റെ മാർഗം പിടികെട്ടി കള്ളന് വളരെ പെട്ടെന്നാണ്
കിട്ടിയത് പാപമോചനത്തിന്റെ മാർഗം. അക്കരെ കടക്കണമോ, സ്വർഗരാജ്യത്തിൽ കടക്കണമോ, പാപമോചനം സാധ്യമായി വരണം. അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ലക്ഷ്യമെന്ന് പറയുന്നത്. ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് അതിനു വേണ്ടിയിട്ടാണ്. മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഒത്തുപൊരുത്ത ക്രിസ്തീയ ജീവിതം കൊണ്ടായില്ല. യേശു കർത്താവും രക്ഷിതാവുമായി കടന്നു വരണം. പാപമോചനം സാധ്യമാക്കി തീർക്കണം. വിളിച്ചവരെ 3-4 ഘട്ടങ്ങളായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഒന്നവൻ വിളിക്കുന്നു, വിളിച്ചവരെ വിശുദ്ധീകരിക്കുന്നു, വിശുദ്ധീകരിക്കുന്നവരെ തേജസ്കരിക്കുന്നു, നീതീകരിക്കുന്നു, നീതീകരിച്ചവരെ തേജസ്കരിക്കുന്നു. ഒരിക്കൽ കൂടെ പറയുകയാണ്, ആദ്യം വിളിക്കുന്നു, വിളിച്ചവരെ നീതീകരിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു, വിശുദ്ധീകരിച്ചവരെ നീതീകരിക്കുന്നു, നീതീകരിച്ചവരെ തേജസ്കരിക്കുന്നു. വലിയ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം തന്റെ മക്കളെ കൂട്ടിവരുത്തുകയാണ്. അടുത്തു വരുന്ന മക്കൾ, വചനം സ്വീകരിക്കുന്ന മക്കൾ, പാപത്തെ വെറുത്തുപേക്ഷിക്കുന്ന മക്കൾ, കൽപ്പനകൾ അനുസരിക്കുന്ന മക്കൾ, ഇരുവഞ്ചിയിൽ കാലുചവിട്ടാത്തവര്, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിർന്നു കളയുമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപാട് 3:2 നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിർന്നു കളയുമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്രിസ്തീയ ജീവിതം, അനേകരുടെ ഈ ക്രിസ്തീയ ജീവിതം ഇരു വഞ്ചികളിലാണ് കാലുചവിട്ടിയിരിക്കുന്നത്. ദൈവമക്കളെ, പാപികൾ അടുത്ത് വന്നാൽ അവരോട് ചേരും, പള്ളിയിൽ ചെന്നാൽ പള്ളിയോട് ചേരും. ദൈവമക്കളെ, ഈ ലോക ജീവിതത്തിൽ ചിലർ കൂട്ടായ്മയിലേക്ക് കടന്നു പോകും. പ്രിയപ്പെട്ടവരെ, പുറത്തിറങ്ങിയാൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികളിൽ പോകുന്നവരുണ്ട്. ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് കള്ളന് പിടികിട്ടി. അതാണ് നമുക്കും പിടികിട്ടേണ്ടത്. പാപമോചനത്തിന്റെ മാർഗം അതാണ് കർത്താവ് ഇവിടെ തുറന്നിട്ടുള്ളത്. നടുവിലത്തെ ക്രൂസിലേക്ക് നോക്കി, മേലെടുത്തു നോക്കി, അവിടെ എഴുതി വച്ചിരിക്കുന്നത്, ഇതാ ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതി വച്ചിരിക്കുന്നു. യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ എന്ന് പറഞ്ഞ് ആ വിദ്വാൻമാര് കടന്നു വന്നില്ലേ? ആ രാജാവിനെ പേടിയാണോ ജീവിതമുള്ളത്? ആ രാജാവിങ്കിലേക്കാണോ ശ്രദ്ധിക്കുന്നത്? സ്വഭവനത്തിലും മാവിയമ്മയും മരുമക്കളും ഈ രാജാവിനെയാണോ തേടുന്നത്? അപ്പനും മക്കളും ഈ രാജാവിനെയാണോ തേടുന്നത്? പണത്തെയും പ്രതാപത്തെയും അതിന്റെ സകല കാര്യങ്ങളെയും തേടിക്കൊണ്ട് ലോകത്ത് ജീവിക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം അനുഗ്രഹിക്കപ്പെടും? നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് ഈ രാജാവിനെയാണ്. പാപമോചനം തരുന്ന രാജാവ്, അക്കരെ കടത്തുന്ന രാജാവ്, അത്ഭുതങ്ങൾ നടത്തുന്ന രാജാവ്, അവനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ രാജാവിന്റെ തലയിൽ എന്താണ് വെക്കേണ്ടത്? സ്വർണ്ണ കിരീടമാണ് വെക്കേണ്ടത്. ചെങ്കോലുള്ളവനാണ് രാജാവ്, സിംഹാസനമുള്ളവനാണ് രാജാവ്. ഓ പ്രിയപ്പെട്ടവരെ, അവന്റെ തലയിൽ വെക്കപ്പെട്ടിരിക്കുന്നത് ഒരു സ്വർണ്ണ കിരീടമല്ല, മുൾക്കിരീടമാണ്. മുൾക്കിരീടമാണ് അവന്റെ ശിരസിൽ അമർത്തി വെച്ചിരിക്കുന്നത്. അവൻ എടുത്തു മാറ്റിയില്ല. അത് മാറ്റുവാൻ അല്പം പോലെ ശ്രമം അവൻ നടത്തിയില്ല. ആ കഠിനമേറിയ മുള്ള് കൊണ്ട് മെടഞ്ഞതായിരിക്കുന്ന ആ മുൾമുടി അവന്റെ തലയിലേക്ക് വെച്ച് കോലുകൊണ്ടടിച്ചപ്പോൾ എന്നെയും നിങ്ങളെയും പ്രതി, പ്രിയപ്പെട്ടവരെ, അവന് സഹിച്ചു, ഒരു തട്ടിക്കളഞ്ഞില്ല. അവന് ചെങ്കോൽ, അവന് സിംഹാസനം, അവന്റെ സിംഹാസനം. ഓ പ്രിയപ്പെട്ടവരെ, മുൾക്കിരീടമായിരുന്നു കിരീടം. പാദപീഠം നീളം കൂടിയ ആണിയായിരുന്നു. അവന്റെ ചെങ്കോൽ, അവന്റെ കൈകൾ തറയ്ക്കപ്പെട്ടതായ ആണികളായിരുന്നു. പീഡകളേറ്റു കിടക്കുന്ന യേശു പാപം ചെയ്താൽ അതിന്റെ അനന്തര ഫലമുണ്ട്. ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ടാണ് പറയുന്നത്. പാപം ഒരു വ്യക്തി ചെയ്യുന്നുവെങ്കിൽ അതിന് അനന്തര ഫലമുണ്ട്. അത് വലത്തുഭാഗത്തെ കള്ളൻ മനസ്സിലാക്കി. അവൻ തിരിച്ചറിഞ്ഞു, ഒരനന്തര ഫലമുണ്ട്, തെറ്റിന് അനന്തര ഫലമുണ്ട്. ഇതാ എന്റെ തെറ്റുകളെ ഏറ്റെടുക്കാൻ അവന്റെ കൈകളിലും കാലുകളിലും ആണിയടിക്കപ്പെട്ടവനായി നിൽക്കുന്നവനോട് ഒറ്റ വാക്കാണ് പറഞ്ഞത്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഒന്നോർക്കണം. ഈ
സമയത്ത് ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന ദൈവമക്കളെ, ഒരൊറ്റ വാക്ക് ഹൃദയത്തിൽ നിന്ന് അടുത്തു വന്നു നിൽക്കുന്ന രാജാവിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: നമുക്ക് പാപമോചനം തരണം. പിതാവാം ദൈവം ഈ ലോകത്ത് മനുഷ്യർക്ക് നൽകിയിട്ടുള്ള, പരിശുദ്ധനായ ദൈവം നൽകിയിട്ടുള്ള കൽപ്പനകളെ ലംഘിച്ച്, അശുദ്ധിയിൽ ജീവിച്ച്, പാപത്തിൽ ജീവിച്ച്, ഭർത്താവിനെ വഞ്ചിച്ച്, ഭാര്യയെ ചതിച്ച്, ഈ ലോകത്ത് പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന, മദ്യപാന ആസക്തികളിൽ കഴിഞ്ഞുകൂടുന്ന അനേകം വ്യക്തികളെ വീണ്ടെടുക്കുവാൻ കടന്നുവന്ന മഹാപരിശുദ്ധൻ അടുത്തു വന്നു നിൽക്കുന്നുണ്ട്. പുരോഹിതന്മാരെ നിന്ദിച്ചവര്, അഭിഷേകം ചെയ്യപ്പെട്ട ആളുകളെ അധിക്ഷേപിച്ചവര്, ഈ ലോകത്ത് തോന്നിയാസ ജീവിതങ്ങൾ നയിച്ചവര്, പള്ളികളിൽ അക്രമങ്ങളും അതിക്രമങ്ങളും അധർമ്മങ്ങളും പ്രവർത്തിക്കുന്നവര്, ആരാധനാലയങ്ങളിൽ വലിയ ദോഷപ്രവൃത്തികൾ ചെയ്തു കൂട്ടുന്നവര്, അരികത്തു വന്നു നിൽക്കുന്ന ഒരു രാജാക്കന്മാരെ രാജാവുണ്ട്. ഒരു സ്നേഹത്തിന്റെ പ്രഭു അകത്തു നിൽക്കുന്നുണ്ട്. സമാധാനത്തിന്റെ പ്രഭു അടുത്തു നിൽക്കുന്നുണ്ട്. അവൻ സമാധാനം തരാനാ നിൽക്കുന്നത്. അവൻ പാപമോചനം തരാനാണ് നിൽക്കുന്നത്. അവൻ തേജസ്സേറിയ ഒരു കിരീടം അവൻ കണ്ടു. ഈ വലത്തുഭാഗത്തെ കള്ളൻ ഒരു തേജസ്സേറിയ കിരീടം ആ യേശുവിൽ കണ്ടു. പർദീസായിലെ അവൻ ആ താക്കോൽ കണ്ടു. പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിന്റെ താക്കോൽ, അനുഗ്രഹത്തിന്റെ ശക്തി പർദീസായെ അവൻ കണ്ടു. പർദീസായിലെ താക്കോൽ അവനാ, യേശുവാണ്. വ്യക്തമായ ബോധ്യം ഈ കള്ളന് കിട്ടിയപ്പോൾ കള്ളൻ പറഞ്ഞു: നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. കള്ളൻ കണ്ടു പിശാചിനെ തന്റെ കാൽ കീഴാക്കി ചവിട്ടി അരയ്ക്കുന്നവനെ. ഈ കള്ളൻ കണ്ടു പിശാചിന്റെ സകല പാപപ്രവൃത്തികളും ചതയ്ക്കുന്നവനെ, തകർത്തു കളയുന്നവനെ ഈ കള്ളൻ കണ്ടു. അവനോടാ പറഞ്ഞത്: നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. നിത്യസ്വർഗം അത് കടക്കുകയാണവൻ. നിത്യസ്വർഗത്തിന് അവകാശിയായി മാറുകയാണ്. എറ്റേണൽ ലൈഫിലേക്ക്, നിത്യജീവനിലേക്ക് അവൻ കടന്നു കയറുകയാണ്. ഒരേ ഒരു മാർഗം, ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ പാപത്തിനും പിശാചിനും അടിമപ്പെട്ടതായിരിക്കുന്ന ആ വ്യക്തി തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ അടുത്ത് കിടക്കുന്നു, ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നു. യേശുവിലേക്ക് നോക്കിയപ്പോൾ തേജസ് കണ്ടു. അവന്റെ തേജസ്സിന്റെ അവന്റെ കിരീടം കണ്ടു, രാജാവിന്റെ കിരീടം ഈ കള്ളൻ കണ്ടു. അവനൊറ്റ പ്രാർത്ഥനയായിരുന്നു: എന്നെയും കൂടെ ഓർക്കണമേ എന്ന്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം മുൾക്കിരീടത്തിൽ കൂടെ ചോർന്നൊലിച്ചപ്പോൾ കള്ളന്റെ വിശ്വാസം ഉറയ്ക്കുന്നു എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഭവനത്തിനകത്ത് ആ ക്രൂശ് ഉയർന്നിൽക്കുന്നുണ്ടോ? ആ ക്രൂശ് അകത്തെ കണ്ണുകൊണ്ടൊന്ന് കാണുന്നുണ്ടോ? ആ മുൾക്കിരീടത്തിൽ നിന്ന് ഒഴുകിയതായ ആ തിരുരക്തം നമ്മുടെ ഭവനത്തിന് വീഴുന്നുണ്ടോ? നമ്മുടെ പാപക്കറകൾ മായ്ക്കുവാൻ പര്യാപ്തമാണല്ലോ. അത് മനസ്സിലേക്ക്, അത് ശരീരത്തിലേക്ക്, അത് ആത്മാവിലേക്ക് വീഴുന്നതായി ഒന്ന് ദർശനം കാണുമോ? ഒന്ന് കാണുമോ? യേശുവിനെ ഒന്ന് ശ്രദ്ധിക്കുമോ? കർത്താവ് ക്രൂശിൽ കിടന്ന് കരയുകയാണ്: എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പ്രിയപ്പെട്ടവരെ, ക്രൂശിൽ കിടന്നുള്ള നിലവിളിയാണ് ഈ കള്ളനോട് കേൾക്കുകയാണ്: എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന്. ആ നിമിഷത്തിൽ നടക്കാൻ പോകുന്ന അത്ഭുതകരമായ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നതിന് മുമ്പ് കള്ളൻ മാനസാന്തരപ്പെട്ടു. പാറകൾ പൊട്ടിച്ചിടാൻ പോവുകയാണ്. പ്രപഞ്ച ശക്തികൾ ഇളകാൻ പോവുകയാണ്. ഈ ഭൂമണ്ഡലം തന്നെ വിറയ്ക്കാൻ പോവുകയാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അതിനാഥനായിരിക്കുന്നവൻ, തന്റെ ഉള്ളങ്കരങ്ങളിൽ ഈ പ്രപഞ്ചത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്നവൻ, കാൽവരി ക്രൂസിൽ വചനമാം ദൈവമായി ആണിയടിക്കപ്പെട്ടവനായി അവസാന നിമിഷം ഒരു പ്രാർത്ഥന നടത്തുക. സ്വർഗത്തിലേക്ക് നോക്കി പിതാവാം ദൈവത്തോട് വിളിക്കുകയാണ്: എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് എന്ന ചോദ്യം. പ്രിയരെ, ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കട്ടെ.
അവിടെ അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല ഇവൻ മാനസാന്തരപ്പെട്ടത്, ഇവിടെ രോഗശാന്തി കിട്ടിയിട്ടല്ല ഇവൻ മാനസാന്തരപ്പെട്ടത്. ഇവൻ അത്ഭുതവാനായ കർത്താവിനെ അത്ഭുതങ്ങൾക്ക് മുമ്പേ കണ്ടു, അവൻ തിരിച്ചറിഞ്ഞു. അവന്റെ അകത്തെ കണ്ണ് തുറന്നു. അകത്തെ കണ്ണ് തുറന്നാലേ അത് സാധ്യമാകത്തുള്ളൂ. പാപമോചനത്തിന്റെ താക്കോലായവൻ അവനാണ്, യേശുവാണെന്ന് തിരിച്ചറിഞ്ഞു. പർദീസയുടെ താക്കോലായിരിക്കുന്നവൻ അവനാ. ഞാനാകുന്നു വാതിൽ, എന്നിലൂടെയല്ലാതെ ഒരുത്തനും അക്കരെ കടക്കുകയില്ലെന്ന് അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാളുകളിൽ പൊതുപരുത്ത ക്രിസ്തീയ ജീവിതം നയിക്കുന്ന സകലമായ ആളുകളും ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വലിയ സത്യമാണത്. പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടണം. മാനസാന്തരം തന്ന് ജയജീവിതം തന്ന് നടത്തുന്ന ആ കർത്താവിനെ ഒന്ന് ശ്രദ്ധിക്കണം. അവന്റെ വചനങ്ങളാവോളം ഹൃദയത്തിനകത്തേക്ക് സ്വീകരിക്കണം. ദൈവത്തെ നന്ദിയോടെ ശ്രദ്ധിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശിൽ കിടന്ന് മരിക്കുകയാണ്. കുറ്റവാളികളുടെ ഒരു മരണക്കിടക്കയിലാണ് കർത്താവ് കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ശതമാനം പോലും യേശുവിൽ വിശ്വസിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നില്ല, ഒരവസരമോടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ നീച മരണമേറ്റവനെ രക്ഷകനായി കാണാൻ അവന്റെ കണ്ണു തുറന്നു കൊടുത്ത സ്വർഗത്തിലെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കണം. മക്കളെ, ഭക്തിയോടെ താഴ്മയോടെ അവനെ ഒന്ന് നോക്കിയപ്പോ ലുദിയായുടെ ഹൃദയം തുറന്നു കൊടുത്തെങ്കിൽ അവന്റെ കണ്ണ് തുറന്നു കൊടുത്ത മഹാപരിശുദ്ധനായിരിക്കുന്നവൻ ക്രൂശിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രൂശിലേക്ക് നോക്കുമ്പോഴാണ് ദൈവത്തിന്റെ മക്കൾ ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് ബന്ധനങ്ങൾ അഴിയുന്നത്, അപ്പോഴാണ് ഭാരങ്ങൾ മാറുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറണം. പാപബന്ധനങ്ങൾ അഴിയണം, രോഗബന്ധനങ്ങൾ അഴിയണം, പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറണം, മാനസിക ബന്ധനങ്ങൾ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറണം. അതുകൊണ്ടൊറ്റ പ്രാർത്ഥന, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന്. സുനിശ്ചിതമായൊരു മറുപടി അവന് കിട്ടി. നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കുമെന്ന്. ക്രൂശിൽ കടന്ന് ദൈവവേദനയെ നോക്കുന്നുണ്ടവൻ. ഇന്നും പരസ്യമായി അവനെ നിർത്തിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നത് അറിയാതെ, ആ സ്നേഹം അറിയാതെ പേര് ചൊല്ലി അടുത്തു വന്ന് വിളിച്ചിട്ടും അനേകം നാളുകളായി അവനെ തള്ളിക്കളഞ്ഞ് പ്രാർത്ഥനയില്ലാതെ, ആരാധനയില്ലാതെ, വിശുദ്ധ ജീവിതമില്ലാതെ, ഈ ജീവിതം വിശുദ്ധിക്കും നീതീകരണത്തിനും ഏൽപ്പിച്ചു കൊടുക്കാതെ ഈ ജീവിതം നയിച്ചു പോയെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഒരപേക്ഷ നടത്തണം. കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ക്രൂശിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ദൈവമക്കളെ കള്ളഭക്തിയുമായി ജീവിച്ചെങ്കിൽ, ഈ ലോകത്ത് ഭക്തിയില്ലാതെ ജീവിച്ചെങ്കിൽ, കൃപയില്ലാതെ ജീവിച്ചെങ്കിൽ, ക്രൂശിലെ രക്ഷ അറിഞ്ഞ് അനുഭവിക്കുവാൻ, ദൈവമക്കളെ ദൈവകൃപയിലേക്ക് അടുത്തു വരുവാൻ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരേ ഒരു പ്രാർത്ഥന, കർത്താവേ നീ എന്നെ ഒന്ന് നോക്കണം, നീ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. കർത്താവേ, അക്കരെ നാട്ടിൽ കടക്കണം, എനിക്ക് നിത്യജീവൻ പ്രാപിക്കണം. ദൈവത്തിന്റെ അത്ഭുതകരമായ ആ കരം ഇന്ന് നമ്മളെ ഒന്ന് സ്പർശിക്കട്ടെ. ദൈവസ്നേഹത്തിന്റെ നിറവിലേക്ക് അവൻ നമ്മെ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. സ്വർഗത്തിൽ പോകാൻ ആത്മാർത്ഥമായി പ്രിയപ്പെട്ടവരെ ആദ്യത്തെ അവസരം തന്നെ ഈ കള്ളൻ ഉപയോഗിച്ചു. എന്നെ ഓർക്കണമേ. കള്ളനൊരു സുവിശേഷകനായി കൂട്ടുകാരനെ ഉപദേശിച്ചു. രാവിലെ അവൻ ദുഷ്ടനായിരുന്നു, വൈകിട്ടായപ്പോഴേക്കും അവനൊരു സുവിശേഷകനായി മാറി. രാവിലെ അവനൊരു ദൂഷകനായിരുന്നു, വൈകുന്നേരമായപ്പോഴേക്കും ദൈവത്തെ സ്തുതിക്കുന്നവനായി മാറി. രാവിലെ അവൻ നരകയോഗ്യനായിരുന്നു, ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവൻ സ്വർഗയോഗ്യനായി മാറി.
ഓ ദൈവമക്കളെ, സ്വർഗയോഗ്യനായി മാറിയോ? ഈ ആയുസ് നഷ്ടപ്പെടുത്തി കളയുകയാണോ? ഈ മണ്ണിൽ നിന്ന് വേർപ്പെടുന്നതിന് മുമ്പ് ശരീരത്തിൽ ഒരുമിച്ചിരിക്കുമ്പോൾ തന്നെ മാനസാന്തരം സംഭവിച്ചിട്ടുണ്ടോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് യേശുദമ്പുരാൻ പല പ്രാവശ്യം അരളിച്ചിട്ടുള്ള വചനം ഓർക്കുന്നില്ലേ? ഏത് ദേശത്തോ ഏത് രാജ്യത്തിലോ എവിടെയൊക്കെ ആയിരുന്നാലും ആരൊക്കെ ആയിരുന്നാലും മാനസാന്തരപ്പെടാത്ത വ്യക്തിക്ക്, ക്രൂശിലെ സ്നേഹം തിരിച്ചറിയാത്ത വ്യക്തിക്ക്, വിടുതൽ പ്രാപിക്കാത്ത വ്യക്തിക്ക്, പാപമോചനം പ്രാപിക്കാത്ത വ്യക്തിക്ക് അക്കരെ കടക്കാൻ പറ്റുമോ? വിനയപ്പെടാൻ നമുക്ക് കഴിയട്ടെ. പരിശുദ്ധ പിതാക്കന്മാര് പ്രാർത്ഥിക്കും, കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ എന്ന്. ഈ പാപിയോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ വിശുദ്ധ കുർബാന കഴിഞ്ഞ് വൈദികരും ബഹുമാന്യരായ വൈദികരും അതുപോലെ അഭിനന്ദരായ പിതാക്കന്മാരുമൊക്കെ കുർബാന കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു കേട്ടിട്ടില്ലേ? ഈ ബലഹീനനും പാപിയുമായ ഈ ദാസന് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന് അപ്പോസ്തലൻ പറഞ്ഞില്ലേ? ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. തന്റെ മേലടിച്ചാൽ സൗഖ്യം കിട്ടുന്ന അതിവിശുദ്ധനായിരിക്കുന്ന പൗലോസ് പറഞ്ഞെങ്കിൽ, ദൈവമക്കളെ, ഓരോ നിമിഷവും പോരാട്ടമുണ്ട്. നമുക്ക് പാപത്തോട് നമുക്ക് പോരാട്ടമുണ്ട്, പിശാചിനോട് നമുക്ക് പോരാട്ടമുണ്ട്, പ്രാർത്ഥനയിൽ നമുക്ക് പോരാട്ടം വേണം. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ കൃപയിൽ നിറയണം. പരദീസ തുറന്നു കൊടുത്തവൻ സ്വർഗത്തിലെ കർത്താവ്, കള്ളന് വേണ്ടി പർദീസ ഒരുക്കിയവൻ സ്വർഗത്തിലെ കർത്താവ്, ഇതാ ക്രൂശിലേക്ക് നോക്കണമെന്ന്. ഇത്ര വലിയൊരു രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എന്തായി തീരും? ഇത്ര വലിയൊരു രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എന്തായി തീരും? ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കട്ടെ. അതുകൊണ്ട് ഈ തിരുവചന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുക്കുമോ? ആകുലങ്ങൾ മാറ്റിത്തരുന്ന, പ്രയാസങ്ങൾ മാറ്റിത്തരുന്ന, ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം തരുന്ന, മഹാബാധകൾ മാറ്റിത്തരുന്ന, രോഗബന്ധനങ്ങൾ അഴിച്ചു തരുന്ന ഈ സ്വർഗത്തിലെ ശിവനെ ഒന്ന് നോക്കാമോ? പാപമോചനം തരുന്നവനെ ഇന്ന് ഈ നിമിഷം ഒന്ന് നോക്കാമോ? അത്ഭുതകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ശാന്തമായി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, ക്രൂശിലെ കള്ളൻ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് നിലവിളിച്ചു. കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ നീ ഓർക്കണമേ എന്ന് ആ ക്രൂശിലെ കള്ളൻ നിലവിളിച്ചു. ഇതാ കർത്താവേ, പാപിയായ എന്നെ ഓർക്കണമേ. ആയിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ക്രൂശിലേക്ക് നോക്കി പരിശുദ്ധനായ ആ യേശുവിന്റെ ക്രൂശിലേക്ക് ഒരു നിമിഷം നോക്കാമോ? വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ അവരെ പരസ്യമായി നിർത്തിയിട്ടുണ്ട്. ആ ക്രൂശിൽ നിന്നൊഴുകുന്ന, മുൾക്കിരീടത്തിൽ നിന്നൊഴുകുന്ന ആ തിരുരക്തം ഒന്ന് കണ്ടേ. മക്കളക്കാരെത്തി അനുഭവിച്ചല്ലോ, ബാധയൊഴിഞ്ഞല്ലോ. അനുഗതരാദേശത്തെ മനുഷ്യന്റെ ബാധയൊഴിഞ്ഞല്ലോ. ബാധകൾ മാറ്റുന്നവനെ ഒന്ന് ശ്രദ്ധിച്ച്, ഒരേ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു. അവന്റെ സാമീപ്യം അറിഞ്ഞ് അവന്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്ത് ഹൃദയത്തിന്റെ ഉൾക്കണ്ണുകൾ തുറന്ന് അവനെ ഒന്ന് സ്തുതിച്ച്, രാജാക്കന്മാർ രാജാവേ, മരണത്തെ വിട്ട് മരണത്തെ കൊന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ ഞങ്ങളുടെ പരിശുദ്ധനായ കർത്താവേ, വീണ്ടും വരുന്നവനായ രാജാക്കന്മാരുടെ രാജാവേ, ഓ തനിക്കായി കാത്തിരിക്കുന്ന രക്ഷയ്ക്കായി വീണ്ടും വരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുള്ള പരിശുദ്ധനായ ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവേ. ബലഹീനരായ ഞങ്ങളെ കാക്കണമേ, പരിപാലിക്കണമേ. നീ ഒരുക്കിയിരിക്കുന്ന സ്വർഗം അത് വിശുദ്ധന്മാർക്കുള്ളതാണല്ലോ. ഓ, ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേരുണ്ടാകണമേ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ഈ പൊയ്കയിൽ തള്ളിയിടുമല്ലോ. ഞങ്ങളത് തിരിച്ചറിയുന്ന കർത്താവേ, അവിടുത്തെ കൊണ്ട് അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു നാഥ. നിന്റെ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം, അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. അവിടുത്തെ കരബലം വെളിവായി വരണം. തന്റെ വീര്യമുള്ള ഭുജം ഇന്ന് വെളിവായി വരണം. ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ ശക്തിപ്പെടുത്തണം. ഞങ്ങളെ ആത്മനിറവുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾ കൃപ തരണം. വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങൾ കൃപ തരണം. അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി തരുന്നു.
പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് ദൈവം അളവില്ലാതെ നമ്മിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവമേ, ഇന്ന് തിരുവചനം സ്വർഗീയമല്ല, അവിടുന്ന് വചനം പെരുമഴ പോലെ ശ്രേഷ്ഠാചാര്യരിലൂടെ ഞങ്ങൾക്ക് വർഷിച്ചു തന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, യേശുവേ, ഇന്ന് അനുഗ്രഹകരമായ ദൂത് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ഞങ്ങളുടെ എത്രയും പ്രിയപ്പെട്ട അഭിനന്യ യൂലിയോസ് തിരുമേനിയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, യേശുവേ, അവിടുത്തെ പൊൻകരങ്ങളിൽ അവിടുന്ന് സംരക്ഷിച്ച് ഈ സഭയെ ശുശ്രൂഷിക്കുവാൻ, കാണാതെ പോയ ആടുകളെ തേടി കണ്ടുപിടിക്കുവാൻ കർത്താവേ അവിടുന്ന് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധ്യാനകേന്ദ്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛനിലൂടെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഞങ്ങളിലേക്ക് അവിടുന്ന് അനുസ്യൂതമായി വർഷിച്ചു തന്നതോർത്ത് നന്ദി പറയുന്നു. ദൈവമേ, അനേക മക്കൾക്ക് വിടുതൽ ലഭിച്ചല്ലോ, നന്ദി പറയുന്നു. അനേക ഹൃദയങ്ങളെ തൊട്ടല്ലോ, നന്ദി പറയുന്നു. യേശുവേ, കരുണയായിരിക്കണമേ. പരിശുദ്ധാമ്മേ മാതാവേ, വചനം പങ്കുവെച്ച ശ്രേഷ്ഠാചാര്യരുടെ മേൽ